അപ്പം ഗുഡ് ഈവനിങ് എവ്രി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ തുടങ്ങുകയാണ്. ഇവിടെ ഓരോരുത്തരുടെയും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി, സോറി ഫോർ ദാറ്റ്. കുറച്ച് ആൾക്കാർ ഇപ്പോൾ ജോയിൻ ചെയ്ത് ലെഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇതെന്താ തുടങ്ങാൻ വിചാരിച്ചിട്ട് സോറി ദാൻ. അപ്പോ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം മാറ്റി വെച്ച് നമ്മളുടെ യൂണിക് ടോക്സ് ഇപ്പം ഇന്ന് 21ാമത്തെ യൂണിക് ടോക്ക് ആണ് നടക്കുന്നത്. അപ്പൊ താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട് ആൻഡ് ലവ് യു ഗൈസ് ആർ ഗിവിംഗ് അസ്. സോ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ്. ഉപാധികളൊന്നുമില്ലാത്ത സ്നേഹം എന്നുള്ളൊരു ടോപ്പിക്കിലാണ് നമ്മളിവിടെ. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുന്നേ ഇന്ന് ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്നൊന്ന് ജസ്റ്റ് കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റുന്നവരൊക്കെ ഒന്ന്, നമ്മൾ സാധാരണ എല്ലാ സെഷൻസിലും ചോദിക്കാറുണ്ട്, ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി നിങ്ങളുടെ പ്ലേസ് മാത്രം. ഡിസ്ട്രിക്റ്റ്: തസ്നി മലപ്പുറം, ഫർസീന കാസർഗോഡ്, സഫീന മലപ്പുറം, സഫ്ന ഷബീർ പാലക്കാട്, ദേവകൃഷ്ണ ചേകവർ തൃശൂർ, ഷഹദ ഷെറിൻ മലപ്പുറം, ഡോക്ടർ അസ്ല മലപ്പുറം, ജുസൈല കണ്ണൂർ. കുറെ ആൾക്കാരുണ്ടല്ലോ. അസ്ന മൊയ്തീൻ തൃശൂർ, റസിയ മലപ്പുറം. കുറെ ആൾക്കാരുണ്ടല്ലോ, പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സഫ്വാന ഷാർജ, ഓക്കെ, UAE-ലാണുള്ളത് അല്ലെ. ഷാളും കൂടെ ഉണ്ടല്ലോ. പറ്റുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യട്ടോ. നമുക്ക് ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാനും വിചാരിച്ചിട്ടാ. ജസ്റ്റ് നെക്സ്റ്റ് ടൈം കാണുമ്പോൾ നമ്മളുടെ സെഷൻസ് ഓൾറെഡി അറ്റൻഡ് ചെയ്യുന്നവരാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാലോ, അതുകൊണ്ടാട്ടോ. ആയിക്കോട്ടെ, ഏതായാലും താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. അപ്പോ നമ്മൾ അധികം വെച്ച് നീട്ടുന്നില്ല, നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്, ആളുടെ പേര് ഹിബ ഇബ്രാഹിം എന്നാണ്. ആള് ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡർ ആണ്. അതേപോലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആണ്, ഒരു സൈക്കോളജി സ്റ്റുഡന്റ് ആണ്, അതേപോലെ സ്കൈ സക്സസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ആണ്. അപ്പൊ ഇന്ന് നമ്മളുടെ ഈ ടോപ്പിക്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഹൃദയം നിറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി വെൽക്കം ചെയ്യാണ്. വെൽക്കം ഹിബ ഇബ്രാഹിം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിൻ. Hi everyone. Good evening. എക്കോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? നെറ്റ്വർക്ക് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം എൻ്റെ പേര് ഹിബ ഇബ്രാഹിം. പലർക്കും അറിയോന്നറിയില്ല, ചെറിയ രീതിയിലൊക്കെ ഒരു ചെറിയ ഇൻഫ്ലുവൻസർ ആണ്. അതേപോലെ തന്നെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആണ്. കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 2 റെക്കോർഡിന് ഹോൾഡർ ആണ്. ഒരു സ്കൈ എന്ന ബ്രാൻഡിന്റെ ഫൗണ്ടറും കൂടിയാണ്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്തി, അതേപോലെ തന്നെ എൻ്റെ ഒരു ചെറിയൊരു ജേണിയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം. കാരണം ആ ഒരു ജേണി ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പല ആൾക്കാരും കയറാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ചില കാര്യങ്ങൾ പ്ലസ് ചെയ്യാനാവാം, ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനാവാം, അല്ലെങ്കിൽ പുതിയൊരു കാര്യങ്ങൾ പഠിക്കാനാവാം, മനസ്സിലാക്കാനാവാം, അതിലൂടെ മുന്നോട്ട് പോകാനാവാം. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പം ഞാനെന്നാ എൻ്റെ ഒരു ചെറിയൊരു ജേണി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ. അപ്പം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ ഒരു റീസൺ വെച്ചിട്ട് തന്നെ തുടങ്ങാം. 2 വർഷം മുമ്പ്, അതായത് സീറോയിൽ നിന്ന് വിജയത്തിലേക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ല എന്നതിന്റെ ഒരു ചെറിയ ജേണിയാണ്. 2 വർഷം മുമ്പ് വെറും സീറോ മാത്രമായിരുന്ന ഞാൻ ഇന്ന് അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റി. ഈ ഒരു വയസ്സിൽ, എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു വയസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റി. അതിനുള്ളൊരു തുടക്കം വെച്ചാൽ 2 വർഷം മുമ്പ് പൊതുവേ ഉള്ളൊരു കാര്യം തന്നെയാണ്. നമ്മള് ഫാമിലിയുടെ ഇടയിലൊക്കെ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, ഭയങ്കരമായിട്ട് കമ്പാരിസം. അപ്പൊ എന്റെ പ്രായമുള്ള 2-3 പേര്, എന്റെ പ്രായമുള്ള എന്റെ കസിൻസ് ഒക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ ഒന്നും കൂടിയും കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ മുന്നിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യും. നമ്മളെ പാരന്റ്സോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളോ അല്ല, മറിച്ച്
നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലില്ലാത്ത നമ്മുടെ അതർ ഫാമിലീസ് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവര് നമ്മളിങ്ങനെ പൊതുവെ നല്ല രീതിയിൽ കമ്പയർ ചെയ്യും. അവരെ കണ്ടുപിടിച്ചൂടെ, ഇവരെ കണ്ടുപിടിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മൾക്ക് ഒരുപാട് അത്യാവശ്യം വലിയ സ്കിൽഡ് ഒന്നും ഇല്ല ആ സമയത്ത്, വലിയ സ്കില്ലായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വണ്ണ് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നോർമലി ഒരു ചെറിയ രീതിയിലൊക്കെ പഠിച്ചു പോകുന്ന, അത്യാവശ്യം കുഴപ്പമില്ലാത്ത, പറയിപ്പിക്കാത്ത രീതിയിൽ മാർക്കൊക്കെ വാങ്ങിച്ചു പോകുന്ന ഒരാള്. പക്ഷെ അവിടെ പ്രശ്നം എന്താ വെച്ചാല് എന്നെക്കാളും ടോപ്പായിട്ട് ഫുള്ളിൽ 100ൽ 100 വാങ്ങിക്കുന്ന ഒരാൾ മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇനിയിപ്പോ 99 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിലൊരു കാര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നല്ല രീതിയിൽ കേട്ടിട്ടുണ്ട്. എന്താ പറയാ, അതൊന്നും ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നമ്മളത് ആ ഒരു ടൈമിലാണ് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. അതായത് ഇവളെ കൊണ്ട് ഭയങ്കര ഇടങ്ങറാണ്, ഭയങ്കര സംസാരമാണ്, ക്ലാസ്സിൽ ഒരാൾക്കും ഇരിക്കാൻ പറ്റൂല, എല്ലാരും സംസാരിച്ചിട്ട് എല്ലാരും ശ്രദ്ധ മാറ്റുന്ന ഒരാളാണ്. ഇവൻ എന്റെ വീട്ടിൽ നിന്ന് പാരന്റ്സിനെ പോലും സ്കൂളിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഈ സംസാരം കാരണം. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ സംസാരമാണ് എന്റെ ഒരു കഴിവ്. കാരണം എവിടെ പോയി കഴിഞ്ഞാലും സംസാരമാണുള്ള പ്രശ്നം. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയെങ്കിലും ഒരു പോസിറ്റീവ് ആക്കി മാറ്റണം. ആ ഒരു വാശിയോട് കൂടിയിട്ടാണ് ഞാൻ നടന്നിരുന്നത്. അങ്ങനെ ആ വാശീനെ പിന്നെ എത്തിച്ചത് ഒരു മോട്ടിവേഷൻ ഫീൽഡിലാണ്. ഈ മോട്ടിവേഷൻ ഫീൽഡിൽ എത്തിച്ച സമയത്ത് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാം തുറക്കുകയാണ്. ഇബ ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഒക്കെ തുടങ്ങി. അപ്പൊ എന്റെ മൈൻഡിൽ എന്താ, ഞാൻ കാണുന്ന വീഡിയോസ് മൊത്തം 1 മില്യൺ അതുപോലെ തന്നെ 100K അങ്ങനെയുള്ള വീഡിയോസ് ആണ്. അപ്പൊ ഞാൻ കരുതി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതാ പറയുമ്പോഴത്തേക്കും ഞാൻ വലിയ സംഭവം എന്നൊക്കെ കരുതിയുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങണത് തന്നെ. തുടങ്ങി 1-2 വീഡിയോസ് കിട്ടി. സീറോ എന്ന ഒരു വ്യൂസിൽ നിന്ന് എവിടെ എത്തണില്ല. ഒരു 10 ദിവസമായിട്ട് പോലും സീറോയിൽ നിന്ന് കടന്നു വന്നത് 5 വ്യൂസ് ആണ്. അത്രയും ഭയങ്കര ഭയങ്കര ഡൗൺ ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ലോ ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ചെറിയ രീതിയിലാണ് എനിക്ക് റീച്ച് ഉണ്ടായിരുന്നത്. ഏകദേശം അതൊരു കുറച്ച് മാസങ്ങൾ അങ്ങനെ നിലനിന്നു. 10 വ്യൂസ് 20 വ്യൂസ് അങ്ങനെ നിലനിന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കാൻ ഒരു കാരണം അതായല്ലോ. ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയമാണ്. എന്റെ തൊട്ടടുത്തിരിക്കുന്ന പിള്ളേര് പോലും പറഞ്ഞു തുടങ്ങി, എന്തിനാണ് ഹിബ നാണം കെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്ര വ്യൂസ് ഒന്നും ഇല്ല, പിന്നെ എന്തിനാ ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ച സമയം ഉണ്ടായിരുന്നു. അപ്പം ഇവൻ നമ്മൾക്ക് മാതൃക ആവേണ്ട അധ്യാപകര് പോലും നമ്മളെങ്ങനെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെങ്ങനെ കളിയാക്കുന്ന ഒരു തരം അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചു നിന്നു. അൽഹംദുലില്ലാ, അത് അള്ളാന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മൾ പല രീതിയിലും പല ടോക്ക് കൊണ്ടും നമ്മളെ ഓക്കെ ഇതിൽ നിന്നൊക്കെ പിന്മാറുക എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നേരം അൽഹംദുലില്ലാ എനിക്കത് അന്ന് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ അത് വലിയ ബ്ലെസ്സിങ് ആണ്. അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് എനിക്ക് എത്താൻ പറ്റിയത്. ഞാൻ വീണ്ടും എത്താൻ പറ്റി എന്ന് പറയാൻ കാരണം എത്തിയിട്ടുണ്ട്, വേറൊന്നല്ല. 18 വയസ്സിലാണ് എനിക്ക് ഈ 2 റെക്കോർഡിന് ഞാൻ അർഹനാവുന്നത്. അതെന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. മാത്രല്ല അതേപോലെ തന്നെ എനിക്ക് 50K അപ്പുറത്തേക്ക് ഫോളോവേഴ്സിനെ കൊണ്ടുവരാൻ പറ്റി. അതേപോലെ തന്നെ ഒരു 19 വയസ്സാവുമ്പോൾ എന്റെ ഇക്കാക്കാര്, എന്നെക്കാളും 8 വയസ്സിന് മൂത്ത എന്റെ ഇക്കാക്കന്മാര് എന്റെ വീട്ടിലേക്ക് കൊടുക്കുന്ന അതേപോലെ, അല്ലെങ്കിൽ എന്റെ ഉപ്പ എന്റെ ഉമ്മാക്ക് കയ്യിൽ ഏൽപ്പിക്കുന്ന പോലെ തന്നെ എനിക്കും എന്റെ ഉമ്മാക്ക് ഒരു ഇത്തിരി കുറച്ചെങ്കിലാണെങ്കിൽ കുറച്ച് എനിക്ക് 19 വയസ്സിൽ കൊടുക്കാൻ പറ്റി. ഒരു 19ാമത്തെ പകുതിയിലാണ് ഞാനൊരു ഫൗണ്ടർ ആയത്, ഒരു ബ്രാൻഡിന്റെ ഫൗണ്ടറായി മാറിയത്. ദാറ്റ്സ് മൈ സക്സസ്. അവർക്കൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആൻസർ അതാണ്. അതായത് അന്ന് തൊട്ടടുത്തിരിക്കുന്ന എന്റെ സുഹൃത്ത് പറഞ്ഞത്, എന്തിനാണ് ഇങ്ങനെ വെറുതെ നാണം കെടാൻ വേണ്ടി ചെയ്യുന്നത്, ഒന്നും എത്തൂല, എനിക്ക് ഫോളോവേഴ്സ് ഒന്നും ഉണ്ടാവില്ല പറഞ്ഞ സുഹൃത്ത് ഇന്ന് അവരൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് ആ ബ്രാൻഡിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യണ്ടായി. അതെനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ്. അതിന്റെ ഏറ്റവും വലിയ വിജയം കൂടിയാണ്. അപ്പൊ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങള് എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു വയസ്സിൽ വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ജേണി പറയാൻ കാരണം പല ആൾക്കാരും പല ഉദ്ദേശം കൊണ്ടാണ് അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ പോലും സീറോയിൽ നിന്ന് വിജയത്തിലേക്ക് അത്ര വലിയ ദൂരം ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇരിക്കുന്ന ഞാനും. അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന മാജിദ് യൂണിക്നെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഹഫ്സൽക്ക അല്ലെങ്കിൽ ഹഫ്സൽ സാർ. അപ്പം എനിവേ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്നുള്ളത് അൺകണ്ടീഷണൽ ലവ് ആണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യമാണ് അൺകണ്ടീഷണൽ ലവ്. കാരണം അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ലവ്
ഈ ലവ് എന്ന ഈ നാലക്ഷരമുള്ള ഈ ഒരു വേർഡ് ഭയങ്കര ചെറിയൊരു വേർഡായിരിക്കും, പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കുന്ന എഫക്റ്റ് വലിയ രീതിയിലുള്ള എഫക്റ്റ് ആണ്, ഒരു 10,000 മടങ്ങുള്ള എഫക്റ്റ് ആണ്. കാരണം പല ആൾക്കാർക്കും ലവ് എന്നുള്ള ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവര് പലപ്പോഴും ഡിപ്രഷൻ എന്നാ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഞാൻ സൈക്കോളജി സ്റ്റുഡന്റ് ആണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും. ഡിപ്രഷൻ മെല്ലെ മെല്ലെ മഹാരോഗങ്ങളായി അല്ലെങ്കിൽ വിട്ടുമാറാത്ത രോഗങ്ങളിലേക്ക് എത്തിക്കും. നമ്മൾ അസുഖം ഒരു അത്രയും നല്ല ഹെൽത്ത് ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് സ്നേഹം കിട്ടാണ്ട് വലിയൊരു അസുഖം അല്ലെങ്കിൽ അത് പല രൂപത്തിലാവും പല അവസ്ഥയിലാവും വലിയ അസുഖങ്ങൾ വരെ എത്തിപ്പെടാൻ അല്ലെങ്കിൽ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ലവ് എന്ന 4 അക്ഷരമുള്ള ചെറിയൊരു വേർഡ്, വലിയൊരു പോയിന്റ്. അപ്പൊ ഈ ഒരു വലിയൊരു പോയിന്റിനെ പല ആൾക്കാരും പല രീതിയിലാണ് മീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അല്ലെ, അർത്ഥം വെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ലവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലർക്കും പല ആൻസേഴ്സ് ആണ്. ചില ആൾക്കാർ പറയും ഈ ലവ് എന്നൊക്കെ ഭയങ്കര ക്ലീഷ ആയിട്ടുള്ള വേർഡ് അല്ല, അല്ലെങ്കിൽ ഭയങ്കര പഞ്ചാര അല്ലെങ്കിൽ ഭയങ്കര അത്രയും അങ്ങനെയുള്ള ലവ് അല്ല, അല്ലെങ്കിൽ ഈ പ്രണയത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ ഉപയോഗിക്കുന്ന മാത്രമുള്ള ഒരു വാക്കല്ലേ എന്ന് ചിന്തിക്കുന്ന പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട്, ലവ് എന്നുള്ളത് ഏതൊരു ബന്ധത്തിലും, അതായത് ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാരന്റ്സ് മക്കളായിക്കോട്ടെ, മക്കള് പാരന്റ്സിനോട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഏതൊരു മേഖല ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധത്തിന്റെ ഇടയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലവ് എന്നുള്ളത്. തീർച്ചയായിട്ടും ലവ് നമ്മുടെ ലൈഫിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പല രീതിയിലുണ്ടാവും. ഇപ്പൊ ഈ അടുത്ത് ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പൊ ആ സമയത്ത് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരാണ്, എന്റെ ബ്രദറിന്റെ വാട്സപ്പ് മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ വരാണ്. ആൾ എനിക്ക് അയച്ചേക്കാണ്, മോളു ഹാപ്പി വാലന്റൈൻസ് ഡേ ആൻഡ് ലവ് യു എന്നുള്ളത്. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇവൻ എന്താ ഇപ്പൊ എനിക്ക്, അവൾക്ക് വൈഫൊക്കെ ഉണ്ട്, അവൻ എന്താ ഇപ്പൊ എനിക്ക് ഇനി മാറി ഇങ്ങനെ അയച്ചതാണ്, മോളൂന്നുണ്ട് ആൻഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോ മാറി എങ്ങാനും അയച്ചു വന്നതാണോ അല്ലെങ്കിൽ മാറി വന്നതാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായിക്ക അത് മാറിയതാണോ, അത് കാരണം ഹാപ്പി വാലന്റൈൻസ് ഡേ ലവ് യു എന്നൊക്കെ ആണല്ലോ, അത് മാറിയതാണോ ചോദിച്ചു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം, അല്ല സ്വാഭാവികമായിട്ടും പ്രണയിക്കുന്നവർ തമ്മിൽ പറയുന്ന വാക്കുകളിൽ ഈ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നുള്ളത്. അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞു അതെന്റെ അടുത്ത് ആരാ പറഞ്ഞത് എന്നോട്. അവൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് സ്നേഹിക്കാൻ പറ്റുന്ന ഏത് സിറ്റുവേഷൻ ഉണ്ടോ അവിടെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്കൊരു സിറ്റുവേഷൻ വരികയാണ് അവിടെ നമ്മളും ലവ് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ എനിക്ക് എൻ്റെ അടുത്ത് ലവ് ഉണ്ട്, എനിക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അത് ഞാൻ ഈ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് ആ ഒരു വാക്കാണ്. അതും തമാശക്ക് പറഞ്ഞതാണെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞതാണെങ്കിലും അതിൽ ഒരുപാട് മീനിങ് ഉണ്ട്. നമുക്കൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ സിറ്റുവേഷൻ അല്ല, തീർച്ചയായിട്ടും ലവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ലവ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു ലവ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതേപോലെ തന്നെ ഈ ഒരു ലവ് എന്നുള്ളത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പാരന്റിങ് ആണല്ലേ. പാരന്റിങ് നല്ല രീതിയിൽ ലവ് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം പല മക്കളും ഇടങ്ങേറിലേക്കും അല്ലെങ്കിൽ പ്രശ്നത്തിലേക്കും എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ് അറിയോ, വീട്ടിൽ നിന്ന് കിട്ടേണ്ട ലവ് കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ പറയുന്നു ഈ അതൊരു 100-70% പിള്ളേരും പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഫേക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വീട്ടിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്. കാരണം ഈ അടുത്തൊരു റീൽ ഞാൻ കാണുണ്ടായി, അതും ഈ ഒരു ഫെബ്രുവരി 14-ാം തീയതി തന്നെയാണ് ആ ഒരു വീഡിയോ കാണുകയുണ്ടായത്. ആ വീഡിയോയിൽ പറയണ സംഭവം തമാശക്ക് ചെയ്തൊരു വീഡിയോ ആണ്, ഒരു മോളും ഉമ്മയും ചെയ്തൊരു വീഡിയോ ആണ്, റീലാണ്. ആ റീൽ മോള് പറയുന്നുണ്ട്, ഉമ്മ ഇന്ന് ഫെബ്രുവരി 14-ാം തീയതിയാണ്, വാലന്റൈൻസ് ഡേ ആണ്, ഉമ്മ എനിക്ക് ഇന്ന് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഒരാളിൽ നിന്ന് ആ ഗിഫ്റ്റ് വാങ്ങിക്കും എന്നുള്ളത്. എനിക്ക് പുറത്ത് ഗിഫ്റ്റ് തരാൻ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് ഉമ്മ തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടുന്ന് വാങ്ങിക്കും എന്നുള്ളത്. ആ ഒരു വേർഡിൽ ഒരുപാട് മീനിങ് ഉണ്ടല്ലേ. അവിടെ ഉമ്മ മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു അതൊന്നല്ല, അതായത് ഉമ്മ ഉപ്പ എന്ന ഈ ഒരു പാരന്റ്സിൽ നിന്ന് കിട്ടാത്ത സ്നേഹം മൂന്നാമത്തെ ഒരാളിൽ നിന്ന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പിള്ളേരായിക്കോട്ടെ ആരായിക്കോട്ടെ അവര് പോയിപ്പെടുന്നത് വലിയൊരു പ്രശ്നത്തിലേക്കാണ്. അതിപ്പോ ലഹരിയിലായിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബേസിലായിക്കോട്ടെ, ഫേക്ക് ആയിട്ടുള്ള പീപ്പിൾസിന്റെ ആ ഒരു ടൈപ്പ് ആയിക്കോട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ പോയിപ്പെടുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്. അതായത് ഇപ്പം ചില ഉമ്മമാർ അല്ലെങ്കിൽ ചില പൊതുവെ ഉപ്പമാരാണ് പറയുന്നത്, ഞാൻ അവർക്ക് വേണ്ട എല്ലാം ചെയ്യുന്നില്ലേ, ഞാൻ അവർക്ക് പഠിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവർക്ക് വേണ്ടത്ര ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, വേണ്ടത്ര ഭക്ഷണം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, വേണ്ടത്ര കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതെന്റെ സ്നേഹമല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും അത് മറ്റൊരു കൈൻഡ് ഓഫ് സ്നേഹമാണ്. പക്ഷെ
നമ്മള് സ്നേഹം എന്ന് പറഞ്ഞത് അത് കുറെ വാങ്ങിച്ചു കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ മെറ്റീരിയലോ അല്ല, മറിച്ച് നമ്മളിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അതൊരു വാക്കിലായിക്കോട്ടെ, എന്റെ മോനെ എന്ന് വിളിക്കുന്ന ആ ഒരു വാക്കിലായിക്കോട്ടെ, ദാറ്റ്സ് ലവ്. അതൊരു ലവ് ആണ്. അതിനെ ലവ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതാണ് ലവ് എന്നുള്ള സംഭവം. അതിപ്പോ ഇനിയിപ്പോ വൈഫ് ഹസ്ബൻഡിന്റെ അടുത്ത് ആയിക്കോട്ടെ, വൈഫ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പ്രത്യേകിച്ച് ഹസ്ബൻഡിനൊക്കെ ചില വൈഫ്മാര് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്ത് ആ ഭക്ഷണം ചിലപ്പോ ഈ ഹസ്ബൻഡ് ക്ഷീണം കൊണ്ട് വന്ന് കഴിച്ച് പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. പക്ഷെ അവിടെ ഈ വൈഫ് ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ആ ഭക്ഷണം നന്നായിട്ടുണ്ട് ഇട്ടാ, അല്ലെങ്കിൽ ഈ വൈഫ് ഹസ്ബൻഡിന്റെ മുന്നിൽ ഭയങ്കരമായിട്ട് ഒരുങ്ങി നിൽക്കും. ആ സമയത്ത് വൈഫ് ആഗ്രഹിക്കുന്ന എന്താ, എന്റെ ഹസ്ബൻഡ് കാണണം, കണ്ടിട്ട് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം എന്നതാണ്. പക്ഷെ പലപ്പോഴും ചില ഹസ്ബൻഡുമാർ അത് റെസ്പോണ്ട് ചെയ്യാതെ വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോ അവിടെ ഈ ലവ് നഷ്ടപ്പെടില്ലേ, ലവ് ഇല്ലാതാവില്ലേ? അവിടെ തീർച്ചയായിട്ടും ഒന്ന് രസം കിട്ടാന്ന് പറഞ്ഞാല് അതൊരു ലവ് ആണ്. അതേപോലെ തന്നെ ഭക്ഷണ ഭംഗി ടേസ്റ്റിന് ഇട്ടെന്ന് പറഞ്ഞാൽ അതൊരു ലവ് ആണ്. ജസ്റ്റ് താങ്ക് യു എന്ന് പറഞ്ഞാൽ അതൊരു ലവ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഇമ്പോർട്ടന്റ്. അത് ഏത് റിലേഷൻഷിപ്പിലും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് ഒരു സ്നേഹമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടേ ഇരിക്കണം. അത് വൈഫിനോടായിക്കോട്ടെ, ഹസ്ബൻഡിനോടായിക്കോട്ടെ, ആരോടായിക്കോട്ടെ, തീർച്ചയായിട്ടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടേ ഇരിക്കണം. അതൊരു ലവ് ആണ്. അത് ഇത്രയാണ് ലവിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ അൺകണ്ടീഷണൽ ലവിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ അൺകണ്ടീഷണൽ ലവ്? അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവും കണ്ടീഷണൽ ആയിട്ടുള്ള ലവിന്റെ വ്യത്യാസം എന്താണ്? അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം, അതായത് ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാണ്ട്, വിത്തൗട്ട് എക്സ്പെക്ടേഷൻ, അതേപോലെ തന്നെ ഒരു കാര്യം ഹോപ്പ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം തിരിച്ചൊന്നും ഇങ്ങോട്ട് റിട്ടേൺ ആയിട്ട് ആഗ്രഹിക്കാണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിഫലം വേണ്ട എന്ന് ആഗ്രഹിക്കാണ്ട് കൊടുക്കുന്ന ഒരു വലിയ മഹത്തായിട്ടുള്ള, അല്ലെങ്കിൽ പുണ്യമാക്കാൻ പറ്റാന്ന് പറയാം, അത്രയും മഹത്തായിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. അൺകണ്ടീഷണൽ ലവ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? കോൺഫിഡൻസ്. അതേപോലെ തന്നെ ആത്മവിശ്വാസം. അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ ഹെൽത്ത് വളരെ നല്ല രീതിയിൽ ഓക്കെ ആവുന്ന കാര്യം. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ അസുഖങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റും ഒരു അൺകണ്ടീഷണൽ ലവ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അതായത് ഒരു എക്സ്പെക്ടേഷൻസും ഒരു കാര്യം ഇല്ലാണ്ട് നമുക്ക് സ്നേഹം കിട്ടുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരാൾ ഉണ്ടെങ്കിൽ, നമുക്ക് അങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഓക്കെ ആവും, നമ്മൾ മെന്റലി ഓക്കെ ആവും, ഫിസിക്കലി ഓക്കെ ആവും. അങ്ങനെ ഓക്കെ ആവുന്ന ഒരു റിലേഷൻഷിപ്പ്, അത് പാരന്റ്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകും. അതായത് പെർമനന്റ് ആയിട്ട് മുന്നോട്ട് പോകും. അവിടെ എപ്പോഴൊക്കെ കണ്ടീഷൻ വെച്ചിട്ടുണ്ടോ, തീർച്ചയായിട്ടും അത് അൺഹെൽത്തി ആണ്. അതായത് അവൾ എനിക്കത് ചെയ്തു കഴിഞ്ഞാലാണ് ഞാൻ അവളെ സ്നേഹിക്കുള്ളൂ. ഈ അടുത്തൊരു കേസ് വരെ ഉണ്ടായി, ആ കേസിൽ ഇങ്ങനെയാണ്. ആ കേസിൽ പറഞ്ഞത് എന്താ വെച്ചാല്, വൈഫ് പറയുന്നുണ്ട്, മൂപ്പര് എൻ്റെ അടുത്ത് ഭയങ്കര കെയർലെസ് ആയിട്ട് പെരുമാറാറ്, എന്നെ തീരെ കെയർ ആക്കാറില്ല, എന്നോട് തീരെ സമയം സ്പെൻഡ് ചെയ്യാറില്ല, ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറവുണ്ട്, എന്റെ കൂടെ ഒന്നും ലൈക്ക് അങ്ങനെ ഒരു സ്നേഹം എനിക്ക് കിട്ടാറില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആ ഒരു കേസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് ഇയാൾ എന്താ അങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഇയാളുടെ ഭാഗം കൂടിയും കേട്ട്. ഇയാളുടെ ഭാഗം കേട്ട സമയത്ത് ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താണ് ഈ വേണ്ടതെല്ലാം ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞാണ്, ഞാൻ അവൾക്ക് വേണ്ട പൈസ കൊടുക്കുന്നുണ്ട്, വേണ്ട ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, നേരാവണ്ണം ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് കുറവാ അവൾക്ക് ഉള്ളത്? എപ്പോഴും പരാതിയാണ്, എനിക്ക് ഇടങ്ങേറായിട്ട് വയ്യ എന്നുള്ളൊരു വാക്കാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, പൊതുവെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ വൈഫ് ആഗ്രഹിക്കുന്നത് ചെറിയ ചെറിയ, അത്രയും എക്സ്പെൻസീവ് അല്ലാത്ത അത്രയും ചെറിയ കാര്യങ്ങൾ, അതായത് ഒന്ന് സംസാരിക്കുക, ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക, വളരെ ചെറിയ സർപ്രൈസ്, ഒന്നുകിൽ ഒന്ന് ഹഗ് ചെയ്യുക, ഒന്ന് കിസ് ചെയ്യുക, ഇത്രയും ചെറിയ കാര്യങ്ങളാണ് ഒരു വൈഫ് ആഗ്രഹിക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെ ഹസ്ബൻഡ് അത് കൊടുക്കാൻ പറ്റില്ല. ഹസ്ബൻഡ് ചിന്തിക്കണം എന്താ, അവൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് വേണ്ടത്, അവൾക്ക് വേണ്ട വസ്ത്രം ഞാൻ കൊടുക്കുന്നുണ്ട്, അവൾക്ക് വേണ്ട ഭക്ഷണം ഞാൻ കൊടുക്കുന്നുണ്ട്. അതല്ലല്ലോ സ്നേഹം, അതല്ലല്ലോ സ്നേഹം. അതേപോലെ തന്നെ ഞാൻ വൈഫിനെ മാത്രം പറയുമ്പോൾ ഹസ്ബൻഡ്മാർക്ക് ചോദ്യം ഉണ്ടാവും, എന്താ ഞങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഹസ്ബൻഡ് കാര്യം നോക്കുകയാണെങ്കിൽ, പൊതുവെ ഈ പറഞ്ഞ ഹസ്ബൻഡുമാരുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പല പെൺകുട്ടികളും, ഞാൻ ഈ അടുത്ത് ഇട്ട ടോപ്പിക്കാണ്. അപ്പം ഈ പല പെൺകുട്ടികളും ഒരു തോട്ട് ഉണ്ട്, അതായത് കല്യാണത്തിന് മുമ്പുള്ള ചാറ്റിങ്, കോളിങ്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരു ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ റീൽസ് കണ്ടിട്ട് പല റീൽസും സേവ് ചെയ്ത് വെക്കും. ഈ റീൽസ് സേവ് വെച്ചിട്ട് ഈ റീൽസ് പോലെ എനിക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യണം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ സ്നേഹിക്കണം, ഇതുപോലെ തന്നെ കോൾ ചെയ്യണം, ഇതുപോലെ തന്നെ സംസാരിക്കണം, ഇതുപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്.
തീർച്ചയായിട്ടും അങ്ങനെയുള്ള വൈഫ് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോളിങ്ങും ചാറ്റിങ്ങും ഒക്കെ വളരെ കുറയും. അപ്പൊ എന്താ പറയാ, ഓനക്ക് എന്നോടുള്ള പണ്ടത്തെ സ്നേഹമൊന്നുമില്ല, അല്ലെങ്കിൽ ആ റീല് കണ്ടില്ലേ അവരൊക്കെ എന്ത്, ആ കപ്പിൾസ് എന്ത് സ്നേഹത്തിലല്ലേ, അതേപോലെ ഞങ്ങളുടെ ഇടയിൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, റീൽ തൊട്ട് റിയാലിറ്റിയിലേക്ക് കിടക്കുക. വൈഫിന്റെ അടുത്ത് സംസാരിക്കാനുള്ളത്, അത് വൈഫ് മനസ്സിലാക്കേണ്ട കാര്യമാണത്. അതായത് റീൽ തൊട്ട് റിയാലിറ്റിയിലേക്ക് കടന്നിട്ട് റിയാലിറ്റി മനസ്സിലാക്കുക. തീർച്ചയായിട്ടും റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ഇതാണ് ലൈഫ് എന്ന് മനസ്സിലാക്കുക. അവർ കുറച്ച്, അതായത് കല്യാണത്തിന് മുമ്പ് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത ആ ആള് തന്നെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കരുത് ഇവരുടെ സ്നേഹം കുറഞ്ഞ്, ഇവരുടെ സ്നേഹം പോയി എന്നുള്ളത്. തീർച്ചയായിട്ടും അവരുടെ സ്നേഹം കുറഞ്ഞതല്ല, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടി, ഉത്തരവാദിത്തങ്ങൾ കൂടി. അത് ഉത്തരവാദിത്തങ്ങൾ കൂടുന്നവരും ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. ഈ അൺകണ്ടീഷണൽ ലവില് ഏറ്റവും ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു മാജിക് യൂണിക്നെസ് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് തപ്പിയ സമയത്ത് അതിലൊരു റീല് കണ്ടിരുന്നു. ആ ഒരു പ്രോഗ്രാമിന് ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാളാണ് തോന്നുന്നു, നൂർ ജലീല പറഞ്ഞിട്ടുള്ള ഒരു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിൾസ് ആണ്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു കപ്പിൾസ് ആണ് നൂർ ജലീല ആൻഡ് ഹാസി എന്നുള്ളത്. അവർ ഈ അടുത്തൊരു പ്രോഗ്രാമിന്, മമ്മൂക്കയുടെ ഒപ്പമുള്ള പ്രോഗ്രാമിന് ആ ഒരു നൂർ ജലീല പറയുന്നുണ്ട്, ഹാസിനോട് ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഹാസി ഈ കൈയും കാലും ഇല്ലാത്ത എന്നെ സ്വീകരിക്കണേക്കാൾ നല്ലത്, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണേക്കാൾ നല്ലത് എനിക്ക് കൈയും കാലുള്ള നല്ല പെൺകുട്ടികളെ കല്യാണം കഴിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ച സമയത്ത് ഹാസി പറയുണ്ടായി, നിനക്ക് അങ്ങനെ ഒരു കൈയും കാലും ഇല്ല എന്നുള്ളത് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് വരെ ഞാൻ അതിനൊരു ബോധേഡ് അല്ല എന്നുള്ളതാണ് ഹാസി കൊടുത്ത റിപ്ലൈ. ആ ഒരു റിപ്ലൈ അല്ലേ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. ഈ പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടും കുറവുകളില്ല എന്ന് മനസ്സിലാക്കി ഇതാണ് ലവ് എന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയ ഹാസി അല്ലേ, ഹാസി ചെയ്തതല്ലേ, ഹാസിയുടെയും നൂർജലിയുടെയും ഇടയിലുള്ള ഒരു സ്നേഹമല്ല അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതായത് ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട്, ഒരു മെറ്റീരിയൽ നോക്കാണ്ട്. ഇപ്പത്തെ കാലത്ത് മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ കളറ്, ഭംഗി, അല്ലെങ്കിൽ ഒരുപാട് എഡ്യൂക്കേഷൻ, ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ആ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ സ്നേഹിക്കുള്ളൂ, അവരെ കല്യാണം കഴിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള കപ്പിൾസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. ഈ അടുത്ത് നമ്മളെല്ലാവരും കേട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാണ്. അതിന് കാരണം അവൾക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വിദ്യാഭ്യാസ കുറവുണ്ട്, അതേപോലെ തന്നെ കളറിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഇതിന്റെ പേരിൽ ഹസ്ബൻഡ് കളിയാക്കി, ഹസ്ബൻഡ് അവളോട് മോശമായി പെരുമാറുന്നതിന്റെ പേരിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യണത്. അപ്പൊ നമ്മുടെ ഇപ്പത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുന്നത് വലിയൊരു കാര്യമാണ്. അതാണ് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. അങ്ങനെയുള്ള ലവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ ഓരോ റിലേഷൻഷിപ്പും ഭയങ്കര സക്സസ്ഫുള്ളി ഗോയിങ് ആവും. അതേപോലെ തന്നെയാണ് ഈ ഒരു പാരന്റിംഗിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയാണ്, നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ്, റീൽസിലൊക്കെ നല്ല രീതിയിലുണ്ട്. ഞാൻ റീൽസ് എടുത്ത് പറയാൻ കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ കണ്ടു വരുന്ന കാര്യത്തെ വെച്ച് എക്സാമ്പിൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. അതുകൊണ്ട് പറയാണ്, മൈജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എല്ലാവർക്കും അറിയാം, മൈജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്. ഈ മൈജി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സ്ഥാപനത്തിന്, അല്ലെങ്കിൽ വലിയൊരു ബ്രാൻഡിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഷാജി പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, ഷാജിക്ക. ആ ആളുടെ ഒരു വീടുണ്ട്, മൈജി ഹദീക്ക പറഞ്ഞിട്ടുള്ള വലിയൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു വലിയ വീടുണ്ട്. അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു വീടാണ്. ആ ഒരു വീടിന്റെ ഹൗസ് വാമിങ് ഈ അടുത്ത് നടന്ന സമയത്ത് ആളുടെ ആളുടെ വിരൽത്തുമ്പത്ത് പോലും അത്രയും വലിയ വലിയ അറിയപ്പെടുന്ന ആളുകൾ ഉണ്ടായിട്ട് പോലും, അത്രയും പറയാ ഒരുപാട് ഉയർച്ചയിലുള്ള ആൾക്കാർ ആളുടെ വിരൽത്തുമ്പിൽ ഉണ്ടായിട്ട് പോലും ആളുടെ വീടിന്റെ ഹാൻഡ് ഓവർ ചെയ്തത് സ്വന്തം ഉമ്മക്കായിരുന്നു. അതാണ് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. അത്രയും അറിയപ്പെടുന്ന വ്യക്തി, ഒരുപാട് ഫിലിം ആക്ടേഴ്സിനെ അറിയുന്ന ആളുകള്, അല്ലെങ്കിൽ ഒരുപാട് പണ്ഡിതന്മാരെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ആള്. ആ ആള് പോലും എന്ന് പറയാൻ കാരണം ഒരു വലിയൊരു ഉദാഹരണമാണ്. ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി പൈസയും പണമൊക്കെ ആയി കഴിഞ്ഞാൽ സ്വന്തം ഉമ്മ ഉപ്പ അവരൊന്ന് ഏജ്ഡ് ആയി കഴിഞ്ഞാൽ അവരെ പുറത്ത് കാണിക്കുന്നത്, മറ്റുള്ള ഒരു 4 ആൾക്കാരെ മുന്നിൽ കാണിക്കുന്നത് വലിയൊരു കുറവായിട്ടും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള തലമുറ എന്നല്ല, ഇന്നത്തെ കാലത്ത് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണല്ലേ. ആള് ചെയ്തൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ആള് ഈ ഒരു കീ ഉമ്മ എന്ന് പറഞ്ഞ ആൾ അത്രയും ഏജ്ഡ് ആയിട്ടുള്ള, അത്രയും വയസ്സായിട്ടുള്ള, അത്രയും വലിയ ആൾക്ക് മറ്റേ വീൽ ചെയറിലും കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഈ ഉമ്മ എന്ന് പറഞ്ഞ ആള്. ആ ആളുടെ കയ്യില് ചാവി കൊടുത്ത് ആ ചാവി വെച്ചിട്ട് ഈ ഉമ്മാനെ കൊണ്ട് വാതിൽ ഓപ്പൺ ചെയ്ത്, ആ വാതിൽ ഓപ്പൺ ചെയ്ത വഴിയിലൂടെ ഫസ്റ്റ് ഉമ്മാനെ നടത്തിച്ചിട്ടാണ് ആൾ ആ ഒരു ഹൗസ് വാമിങ് നടത്തിയത്. അത്രയും പ്രമുഖരുടെ മുന്നിൽ, അത്രയും വലിയ ആളുകളുടെ മുന്നിൽ, അത്രയും വലിയ ഗ്രാൻഡ് ഫംഗ്ഷന്റെ മുന്നിൽ അങ്ങനെ ആ ആൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അൺകണ്ടീഷണൽ ലവ്. ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, ആളുടെ എല്ലാ വിജയത്തിന്റെ പിന്നിലും ഉമ്മയാണ്. അതേപോലെ തന്നെ ആള് ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്ക് ഒരുപാട് ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ആള് ഇവിടെ സ്വന്തം നാട്ടിലൊരു വീട് ഇത്രയും വലിയൊരു ഹദീക്ക ഉണ്ടാക്കാൻ കാരണം തന്നെ ആളുടെ ഉമ്മയുടെ കൂടെ നിൽക്കാനും ഉമ്മനെ സ്നേഹിക്കാനും ഉമ്മനെ പരിചരിക്കാനും ആണെന്നുള്ളത്. ദാറ്റ്സ് അൺകണ്ടീഷണൽ ലവ്. അതൊരു അൺകണ്ടീഷണൽ ലവ് ആണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ഉദാഹരണം വെച്ച് സംസാരിക്കാൻ കാരണം നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം വെറുതെ പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്ലിക്ക് ആവില്ല. മറിച്ച് നമ്മളുടെ ഭാഷയിൽ നമ്മളുടെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് പറയുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവാൻ പറ്റും. ഇതാണ് ഇന്ന കാര്യം, അല്ലെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ ഒരു ഉപ്പ മകനെ സ്നേഹിക്കുന്ന രീതിയെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മക്കളെ സ്നേഹിക്കുന്ന രീതിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രവാസിയായിട്ടുള്ള ഒരു ഉപ്പ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബ്രദർ ആയിക്കോട്ടെ, നമ്മളെ വേണ്ടപ്പെട്ട ആരും ആയിക്കോട്ടെ, അവർ നാട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കുറച്ച് സ്നേഹമാണ്, കുറച്ച് ലവ് ആണ്, കുറച്ച് അൺകണ്ടീഷണൽ ലവ് ആണ്. പക്ഷെ പലപ്പോഴും പല ആൾക്കാർക്ക് അത് കൊടുക്കാൻ പറ്റുന്നില്ല. വിളിച്ച ഉടനെ പറഞ്ഞ എന്താ അറിയോ? ഉപ്പ എനിക്ക് അതില്ല, എനിക്കിതില്ല, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, എനിക്ക് അത് ചെയ്തു തരണം, അടുത്ത പ്രാവശ്യം ഉപ്പ വരുമ്പോ എനിക്ക് ഇതൊക്കെ കൊണ്ടുവരണം കേട്ടോ. ഇതാണ് മക്കള് പറയാ. ഭാര്യമാര് പറയും അവിടെ ആ പ്രോഗ്രാം ഉണ്ട്, ഇവിടെ ഈ പ്രോഗ്രാം, അതിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം, പൈസ അയക്കണം കേട്ടോ. ഉമ്മമാര് പറയും ആ ചടങ്ങുണ്ട്, ഈ ചടങ്ങുണ്ട്, പൈസ വേണം കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഇവരോട് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അവർ ആഗ്രഹിക്കണം എന്താണെന്നറിയോ? ഉമ്മയിൽ നിന്ന് മോൻക്ക് സുഖല്ലേ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഭാര്യയിൽ നിന്നാണെങ്കിൽ ഇക്ക നിങ്ങൾക്ക് സുഖല്ലേ, നിങ്ങളെ വിശേഷം എന്താ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഇതാണ്. അതേപോലെ തന്നെ ഒരു മകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഉപ്പച്ചിക്ക് സുഖല്ലേ, അല്ലെങ്കിൽ ഉപ്പയുടെ വിശേഷങ്ങൾ എന്താ, ഉപ്പക്ക് റാഹത്തല്ലേ കാര്യങ്ങള്. ഇങ്ങനെയുള്ള അൺകണ്ടീഷണൽ ലവ് ആണ്. അതൊരു അൺകണ്ടീഷണൽ ലവ് ആണ്. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ലവ് ആണ്. അത് അവരെ പിടിച്ചു നിർത്തുന്ന, അവരെ കോൺഫിഡൻസ് ആക്കി നിർത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ പോയിന്റും കൂടിയാണ് ഈ പറഞ്ഞ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. അത് അവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു പോയിന്റും കൂടിയാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഒരാളുടെ ലൈഫിൽ ഒരു അൺകണ്ടീഷണൽ ലവിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരാളുടെ ലൈഫിൽ നമ്മുടെ മുന്നിലുള്ള ഒരാള്, നമ്മളെ വൈഫ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മുടെ മുന്നിലുള്ള ഒരാള് ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആ ആള് ഉയർച്ചയിലുള്ള സമയത്തും ഡൗൺ ആയിരിക്കുന്ന സമയത്തും ഒരേപോലെ സ്നേഹിക്കാൻ പറ്റണം. ആളെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായി, ഒരുപാട് പൈസ ഉണ്ടായി, പക്ഷെ ആ സമയത്ത് നമ്മൾ നല്ല സ്നേഹിച്ച്, ആളെ ബിസിനസ് പൊട്ടി, ആളാകെ താഴ്ചയിലേക്ക് എത്തി, ആളെ പിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അങ്ങനെയുള്ള സ്നേഹം ഒരിക്കലും നിലനിൽക്കൂല. അങ്ങനെയുള്ള സ്നേഹം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടും കാര്യമില്ല. അത് വലിയൊരു ഇടങ്ങേറ് പിടിച്ചൊരു സ്നേഹമാണ്. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത്, ആൾ ഉയർച്ച ആയിക്കോട്ടെ, ആൾക്ക് താഴ്ച ആയിക്കോട്ടെ, ആൾക്ക് ആരോഗ്യം ഉണ്ടായിക്കോട്ടെ, ആരോഗ്യം ഇല്ല ആയിക്കോട്ടെ, സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം ഉണ്ടല്ലേ, അതായത് വൈഫിന് വയ്യാണ്ടായി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? പല ആൾക്കാരും അവരെ സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്, അവരെ കെയർ ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഫിന് വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ സ്നേഹം കുറയും. കാരണം അവൾക്ക് ഒന്നും കഴിയില്ലല്ലോ. അതായത് അത്രയും കെടുപ്പിലായി കഴിഞ്ഞാൽ ഒന്നും കഴിയില്ലല്ലോ. അപ്പൊ പൊതുവെ സ്നേഹം കുറയും, പിന്നെ അവർ നോക്കാണ്ടാവും. അതേപോലെ തന്നെ ഹസ്ബൻഡിന്റെ ബിസിനസ് പൊട്ടി കഴിഞ്ഞാല് പൈസ കിട്ടാണ്ടാവും. ചില ഭാര്യമാര് പിന്നെ ആ ഒരു ഹസ്ബൻഡിനോട് അറ്റാച്ച്മെന്റ് കുറയും. അങ്ങനെയുള്ള കാലഘട്ടമാണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ നമ്മളൊക്കെ പോകുന്നത്. ആ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന്റെ ഒരു സിസ്റ്റർ ഉണ്ട്. ആ ആള് 23 വയസ്സായിട്ടുള്ളൂ. ആളുടെ ഹസ്ബൻഡിന് ഏകദേശം 27 വയസ്സെന്തോ ആവുന്നുള്ളൂ. ആ സമയത്താണ് ആൾക്കൊരു ചെറിയ മോനുണ്ട്. ചെറിയത് പറയുമ്പോൾ 1-2 മാസമുള്ള അത്രയും വളരെ ചെറിയൊരു കുഞ്ഞു മോനുണ്ട്. ആ ഒരു മോനുള്ള സമയത്ത് ആൾക്ക് ഈ പറഞ്ഞ ഡെലിവറി മൂലം ഉണ്ടായ ഒരു പ്രശ്നമാണ് തണ്ടലിനൊരു വേദന. അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ച് ഒരുപാട് ചികിത്സ നേടി. പക്ഷെ എന്താണ് അസുഖം തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ഒരു വർഷത്തോളം ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ഒരു വർഷം കഴിഞ്ഞപ്പോ 24-ാം വയസ്സിൽ ആൾക്ക് അറിയാണ്, ആൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ ക്യാൻസർ എന്ന മഹാരോഗം പിടിപെട്ട് കൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു അവസ്ഥയിലേക്ക് ആളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ആള് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് ആളുടെ ഹസ്ബൻഡ് എന്താ ചെയ്തതെന്ന് അറിയോ? അത്ര 27 വയസ്സായിട്ടുള്ളൂ, മാത്രല്ല അത്രയും ഏറ്റവും ആളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ജോലിയാണ്. കാരണം അത്രയും മാസം 2-3 ലക്ഷം കിട്ടുന്ന ഒരു വലിയൊരു ജോലിയാണ്. ഇന്നത്തെ കാലത്ത് 3 ലക്ഷം കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ജോലി ആള് ഉപേക്ഷിച്ച് സ്വന്തം ഭാര്യക്ക് വേണ്ടിയിട്ട് ആൾ ആ ജോലി ഉപേക്ഷിച്ച്, അത്രയും വലിയ ചാൻസ്, ഇനി ആൾക്ക് അത്രയും ചാൻസ് ഉള്ള ജോലി കിട്ടൂല, ജോലി കിട്ടൂല, പക്ഷെ അത്രയും വലിയ ജോലി ആൾ ഉപേക്ഷിച്ചിട്ട് ഈ വൈഫിന്റെ കൂടെ, ആൾക്ക് ആലോചിക്കണം, ഈ വൈഫിന് 4th സ്റ്റേജ് ആണ് ക്യാൻസർ. ഈ വൈഫിന്റെ കൂടെ ഹോസ്പിറ്റലിൽ 24 മണിക്കൂർ ഒരു പോളെ കണ്ണുപോലെ അടക്കാതെ എന്ന് പറയും. അങ്ങനെ ഈ വൈഫിനെ നോക്കി പാമ്പർ ചെയ്ത് കെയർ ചെയ്ത് ആളുടെ ഈ വൈഫിന്റെ സ്നെഗ്ഗി പോലും, അതായത് വൈഫ് കിടന്നൊക്കെയാണ്, ആൾക്ക് ബാത്റൂമിലൊന്നും പോകാൻ കഴിയില്ല, ആളുടെ സ്നെഗ്ഗി പോലും ഈ ഹസ്ബൻഡ് വൃത്തിയാക്കി, അത്രയും അത്ര ഡീപ്പായിട്ട് പോലും ഈ വൈഫിനോട് അടുത്ത് വൈഫിനെ കെയർ ചെയ്ത് വൈഫിന് കോൺഫിഡൻസ് കൊടുത്ത്. ഞാൻ പറഞ്ഞല്ലോ ഈ അൺകണ്ടീഷണൽ ലവ് ഒരു കോൺഫിഡൻസ് എന്നുള്ളത്. ഈ അൺകണ്ടീഷണൽ ലവ് കണ്ടിട്ടാണ് ഈ വൈഫിന് ഒരു കോൺഫിഡൻസ് വന്നത്. ആൾക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റുന്ന കോൺഫിഡൻസ് വന്നത് ഈ അൺകണ്ടീഷണൽ ലവ് കൊണ്ടാണ്. ഈ ഹസ്ബൻഡിന്റെ ഭാഗത്തുള്ള അൺകണ്ടീഷണൽ ലവ് എല്ലാ രീതിയിലും ആള് കെയർ ചെയ്ത് കുറച്ച് മാസങ്ങൾ കൊണ്ട് 4th സ്റ്റേജിലുള്ള മരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഈ 2 മാസം കൊണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഈ ഒരു 2 മാസം കൊണ്ടാണ് എല്ലാ അസുഖങ്ങളും മാറി, എല്ലാ കാര്യങ്ങളും മാറി, ജീവിതത്തിൽ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല, ബുദ്ധിമുട്ടില്ല, പഴയ ലൈഫിലേക്ക് വന്നത് ഈ ഒരു അൺകണ്ടീഷണൽ ലവ് കൊണ്ടാണ്. ജീവിതത്തിലുള്ള ആ സ്നേഹം കൊണ്ടാണ്, ഹസ്ബൻഡ് കൊടുത്ത ആ ഒരു സ്നേഹം കൊണ്ടാണ്. അതാ പറഞ്ഞത്, ഒരാൾ ആരോഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആൾ ഡൗൺ ആയി കഴിഞ്ഞാല് ആളെ കൂടെ നിൽക്കണം, ആളെ കൂടെ പിടിച്ചു നിൽക്കണം, സപ്പോർട്ട് നിൽക്കണം. അതിനാണുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞ സംഭവം. ഒരാൾക്ക് തല ചായ്ക്കാൻ നമ്മളെ ഈ ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മനുഷ്യനല്ല. നമ്മളെ കൂടെയുള്ള, നമ്മള് അത്രയും വേണ്ടപ്പെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ അത്ര വേണ്ടപ്പെടാത്ത ആളായിക്കോട്ടെ, ആളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലുള്ള വെറുപ്പും പകയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു ഫോർഗീവ്നെസ്സിലൂടെ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പുറത്തു കൊടുത്തിട്ട് അവര് തല ചായ്ക്കാനുള്ള ഒരു ഇടായിട്ട് നമ്മൾ കൊടുക്കണം. അതിന് നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോളാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പോയിന്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ഈ ലവ് എന്നുള്ളത് ഒരിക്കലും സക്സസിന്റെയും അല്ലെങ്കിൽ ഫെയിലിയറിന്റെയും ഡിപ്പെൻഡഡ് അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം പല ആൾക്കാരും ലവിനെ കാണുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളോട് മാത്രം ലവ് കാണിക്കുക, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല. ലവ് നോട്ട് ഡിപ്പെൻഡ് സക്സസ് ഓർ ഫെയിലിയർ. ഒരിക്കലും സക്സസിനോടോ അല്ലെങ്കിൽ ഫെയിലിയറിനോടോ ഡിപ്പെൻഡഡ് അല്ല. അതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നല്ല മാർക്ക് വാങ്ങിച്ചു തരുന്ന ഒരു കുട്ടിയോട് പെരുമാറുന്നതും അല്ലെങ്കിൽ മാർക്ക് വാങ്ങിച്ചു തരാത്ത കുട്ടിയോട് പെരുമാറുന്നതും പൊതുവെ നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറെന്റ് അല്ലേ? അങ്ങനെ ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കരുത്. കാരണം അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരു കുട്ടികളുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അധ്യാപകർ സ്റ്റുഡൻസിനോട് ചെയ്യുകയാണെങ്കിൽ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവിച്ച ഒരാളാണ് ഞാൻ. കാരണം നന്നായി പഠിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 10th 90% മാർക്കും അത്രയും മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള 90% എടുത്ത് മാർക്കുള്ള ഒരാളാണ് ഞാൻ. അത്രയും മാർക്കുള്ള ഒരാള് +1 +2 എത്തിയപ്പോ ചെറിയൊരു മാർക്കിൽ വ്യത്യാസം വന്നപ്പോ പല ടീച്ചേഴ്സും നമ്മളെ എന്താ പറയാ, പഠിക്കൂലേ, കുറെ വീഡിയോ ചെയ്ത് നടക്കും. അന്ന് എന്റെ പറഞ്ഞില്ലേ വീഡിയോസ് ഒക്കെ ഭയങ്കര റീച്ച് കുറവാണ്, അപ്പൊ വീഡിയോ ചെയ്ത് നടക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കണ്ട് നമ്മളുള്ള സ്നേഹം തന്നെ വേറെ രീതിയിൽ കാണിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് അന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരാൾ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവില്ലേ. എനിക്ക് അങ്ങനെ ഒരു സാർ ഉണ്ടായിട്ടുണ്ട്, റാഫി സാർ എന്ന് പറയും. ആള് ആ സമയത്ത് എന്നോട് പറഞ്ഞ വെച്ചാല്, പഠിപ്പ് നീ മുന്നോട്ട് കൊണ്ടുപോകണം, അതോടെ കൂടെ തന്നെ നിന്റെ ഒരു ഫീൽഡ് നിന്നെക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം പറ്റും അത്രയും നീ കൊണ്ടുപോവുക. ബിക്കോസ് നീ നിന്നിലൊരു ഭാവി ഇതിൽ കാണുന്നുണ്ടെന്നുള്ള ഒരു വാക്ക്. അതാണ് ഒരു പാരന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഫെയിലിയറിനോ അല്ലെങ്കിൽ സക്സസിനോ അല്ല നോക്കേണ്ടത്, മറിച്ച് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഫെയിൽ ആയിക്കോട്ടെ, കൂടെ വീണ്ടും കോൺഫിഡൻസ് കൊടുക്കുക. അങ്ങനെയുള്ള ഒരുപാട് ലവ് നിങ്ങൾ കാണിക്കുക. അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ലവ് ആണ്. ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ അസുഖങ്ങൾ മാറ്റാൻ, നമുക്ക് സ്ട്രെസ് അതുപോലെ ആൻസൈറ്റി ഇതൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളത് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കൊടുക്കാനും കിട്ടാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഭാഗ്യവാനായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ലക്കി പേഴ്സൺ ആണ്. എക്സ്പ്രസ് ചെയ്യുക സ്നേഹം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടപ്പെടും. കാരണം നമ്മളെ വിരൽ തുമ്പിലാണ് നമ്മുടെ മരണം എന്നാ പറയാ. അങ്ങനെയുള്ള സമയത്ത്, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ലവ് എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ വിചാരിക്കരുത് നാളെ ആവട്ടെ അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ, മക്കളാണെങ്കിൽ കുറച്ചൊന്ന് വലുതാവട്ടെ എന്നിട്ടൊക്കെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ ചിന്തിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളെ ലവ്
എക്സ്പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ലവ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞ സമയത്ത് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ചില ആൾക്കാർക്കൊന്നും സ്നേഹിക്കാണ്ട് കണ്ടിട്ട് സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്, വരലുണ്ട്, തീരെ പറ്റാറില്ല. അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ സ്നേഹം പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. കാരണം കുറെ കാലമായിട്ട് സ്നേഹം ഒന്ന് പുറത്തേക്ക് കാണിക്കാതെ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആൾക്ക് സ്നേഹം കാണിക്കാൻ ഭയങ്കരമായിട്ട് ഇടങ്ങേറാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യേണ്ട കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാല്, ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാല് സെൽഫ് ലവ്. സെൽഫ് ലവ് പറയാൻ മസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. കാരണം നമ്മളെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ പറ്റിയിട്ട് നമ്മൾ നല്ലത് പറയാന് നമ്മളെ പോലത്തെ ഒരാള് വേറൊരാളുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ നല്ല രീതിയിൽ സ്നേഹിക്കുക. നമുക്ക് എന്തൊക്കെ സ്നേഹിക്കാം, നമുക്ക് ചെയ്തു തരാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ ചെയ്യാം. ഇപ്പൊ ഞാനൊക്കെ പൊതുവെ ചെയ്തു തരുന്ന ഒരു കാര്യമാണ്, എനിക്കൊന്ന് കോൺഫിഡൻസ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സെൽഫ് ലവ് കൂട്ടും. അതായത് ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ടോക്ക് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. സെൽഫായിട്ട് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് മിററിൽ നോക്കിയിട്ടാവാം, മേ ബി അല്ല, വെറുതെ ഞാൻ ഇന്ന കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള സെൽഫ് ടോക്ക് ഞാൻ തന്നെ ചെയ്യും. ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഞാൻ ഇരിക്കും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൈൻഡ് ആയിട്ട് പെരുമാറുക. ഭയങ്കരമായിട്ട് കൈൻഡ് ആയിട്ട് പെരുമാറുക, വിത്തൗട്ട് എക്സ്പെക്ടേഷൻ. നമ്മൾ ഒരിക്കലും റെസ്പെക്ട് ചെയ്യാണ്ട്, എന്താ പറയാ, ഒരു കാര്യം നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് നമ്മൾ ഒരാളോട് കൈൻഡ് ആയിട്ട് പെരുമാറുക. ഭയങ്കര ദയയായിട്ട് സംസാരിക്കുക. എത്രയൊക്കെ നമുക്ക് ദയ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ദയോട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് കൈൻഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റും, അത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ലൈഫ്. കാരണം പ്രശ്നങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, ദേഷ്യപ്പെടലില്ല, ചൂടാവലില്ല, ഒന്നുമില്ലാതെ എല്ലാവരോടും ഭയങ്കര ചിരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട്, എന്താ പറയാ, ഒരാൾ എത്ര ചൂടായി കഴിഞ്ഞാലും നമ്മൾ ആ ദേഷ്യം കൺട്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് ഏറ്റവും വലിയ ചെറിയൊരു ടിപ്പ് പറഞ്ഞു കഴിഞ്ഞാല്, ഈ നമ്പേഴ്സ് ഒന്ന് ഇത് 1 മുതൽ 10 വരെ, അല്ലെങ്കിൽ 10 മുതൽ 1 വരെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എണ്ണുക. നമ്മുടെ മനസ്സിൽ നിന്ന് എണ്ണുക. അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മളൊരു എന്താ പറയാ, റിലീജിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും പറയാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷമ കിട്ടും. ക്ഷമ അല്ലെങ്കിൽ കൈൻഡ്, ഈ ഒരു 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കൈൻഡും അതുപോലെ ഫോർഗിവ്നെസ്സും നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പാസ്റ്റിൽ ഉണ്ടായോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് നമ്മളെ വളരെ വലിയ രീതിയിൽ ദ്രോഹിച്ച്, വളരെ വലിയ രീതിയിൽ നമ്മളെ എന്താ പറയാ ഇടങ്ങറാക്കി, വിഷമിപ്പിച്ച്, ആ ഒരു ഫ്രണ്ടിനോട് നമ്മൾ ഭയങ്കരമായിട്ട് കൈൻഡായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം, ക്ഷമ ഉണ്ടാവണം, അല്ലെങ്കിൽ ഫോർഗീവ്, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണം. അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു വലിയ മനുഷ്യൻ നിങ്ങൾക്ക് ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനങ്ങളും സന്തോഷങ്ങളും ലൈഫിൽ ഉണ്ടാവും തീർച്ചയായിട്ടും. അതുകൊണ്ട് ക്ഷമിക്കുക, കൈൻഡായിട്ട് പെരുമാറുക. അതേപോലെ തന്നെയാണ് ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ് ഇല്ലാണ്ട് ഒരാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾക്ക് മിസ്റ്റേക്സ് പറ്റിയ സമയത്ത്, അതായത് ഇപ്പൊ ഒരു വൈഫിനായിക്കോട്ടെ അല്ലെങ്കിൽ മക്കൾക്കായിക്കോട്ടെ ഒരു മിസ്റ്റേക്ക് പറ്റുകയാണ്, ഒരു തെറ്റ് ചെയ്തു പോവുകയാണ് അവര്. അപ്പൊ ആ തെറ്റിനെ ഒരു ജഡ്ജ്മെന്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ജഡ്ജ് ചെയ്യാണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുക. അതൊരു അൺകണ്ടീഷണൽ ലവ് ആണ്. അൺകണ്ടീഷണൽ ലവ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളൊരു ടിപ്പാണ്. ആ ഒരു ടിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് അൺകണ്ടീഷണൽ ലവ്, മനുഷ്യന്മാർക്കിടയിലുള്ള അൺകണ്ടീഷണൽ ലവ്. ഇങ്ങനെ ഒരു മനുഷ്യന്മാർക്കിടയിലുള്ള അൺകണ്ടീഷണൽ ലവ് മാത്രം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞ റിലേഷൻഷിപ്പ്, പാരന്റിങ്, അതേപോലെ തന്നെ അധ്യാപകര്, സ്റ്റുഡൻസ്, അങ്ങനെ പല റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പ് ഏതും ആയിക്കോട്ടെ, അവിടെ ഒക്കെ നമുക്ക് ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളി ഗോയിങ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അൺകണ്ടീഷണൽ ലവ് മാത്രം ഇട്ടാൽ മതിയോ? ഒരിക്കലും പറ്റില്ല അല്ലെ. അതിനൊക്കെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഒരു വിശ്വാസി ആയിരിക്കുക എന്നുള്ളത്. അപ്പം മുസ്ലിംസ് ആയിക്കോട്ടെ, നോൺ മുസ്ലിംസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരൊക്കെ ഒരു എന്താ പറയാ, അള്ളാഹുവിൽ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കാം, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ 5 വക്ത് കറക്റ്റ് ആയിട്ട് നിസ്കരിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ അള്ളാഹ്, നമ്മളൊന്ന് ജസ്റ്റ് ആലോചിക്കുക, ദൈവം അല്ലെങ്കിൽ അള്ളാഹ് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തരുന്നത്, എന്തൊക്കെ സമാധാനങ്ങളെ നമുക്ക് തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. നമ്മൾ ജസ്റ്റ് 1 ഹവറിന്റെ ഉള്ളിൽ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു കണക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടൊക്കെയോ എന്തൊക്കെയോ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വണ്ടി ഇടിച്ച് ടയറിന്റെ ഇടയിൽ പെട്ട് എന്താ പറയാ, അത്രയും പൊളിഞ്ഞു പോകുന്ന, അങ്ങനെയുള്ള അത്രയും മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ട് കിടക്കുന്നവര്, എന്താ പറയാ, അങ്ങനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇങ്ങനെ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ നമ്മൾ എത്രയോ ബ്ലെസ്സിങ് അല്ലേ, നമുക്ക് എത്രയോ അനുഗ്രഹങ്ങളില്ലേ. ആ നന്ദി നമ്മൾ പഠിച്ചുകൊണ്ട് കാണിക്കണ്ടേ? എന്താ നന്ദി കാണിക്കണ്ടേ? ഗ്രാറ്റിറ്റ്യൂഡ്. പഠിച്ചനോട് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക, ദൈവത്തിനോട് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. നമുക്ക് നല്ലൊരു ഉമ്മാനെ കിട്ടി, നല്ലൊരു ഉപ്പാനെ കിട്ടി, നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി,
നല്ലൊരു വൈഫിനെ കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു സിബ്ലിങ്സിന്റെ ഇടയിൽ നമ്മൾ ജനിച്ച്, നല്ലൊരു വീട്ടിൽ നമ്മൾ ജനിച്ച്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ദൈവത്തിനോട് നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് കൈയില്ലേ, നമുക്ക് കാലില്ലേ, നമുക്ക് മൂക്കില്ലേ, നമുക്ക് വായില്ലേ, സംസാരിക്കാൻ പറ്റുന്നില്ലേ, കേൾക്കാൻ പറ്റുന്നില്ലേ, കാണാൻ പറ്റുന്നില്ലേ, നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ശരീരം ഇല്ലേ, ഇത് തന്നെ മതിയില്ലേ അള്ളാഹുവിനോട് നന്ദി പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിനോട് നന്ദി പറയണേ. നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അൽഹംദുലില്ലാ എന്നിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇനി എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഏറ്റവും വലിയ നന്ദി അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് എന്നത് പടച്ചവനോട് കാണിക്കുക. പടച്ചവനോട് കാണിക്കേണ്ട ഒരുപാട് സ്നേഹങ്ങളുണ്ടല്ലേ, അത് നിസ്കാരത്തിലൂടെ കാണിക്കാം. നമുക്ക് അള്ളാഹുവിനെ വിഭാഗിച്ച് ഹിന്ദു മീൻസ് നോൺ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ദൈവത്തിനോട് നന്ദി കാണിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് അമ്പലത്തിൽ പോവാം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഏതൊരു മതം ആയിക്കോട്ടെ അവരോടൊക്കെ പറയേണ്ട ഒരു കാര്യമാണ് ദൈവവിശ്വാസിയായിട്ടിരിക്കുക എന്നുള്ളത്. ഇനിയിപ്പോ മുസ്ലിംസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു മുസ്ലിം ഹിന്ദു അങ്ങനെ എടുത്ത് പറയല്ല, ഞാൻ മതത്തെ എടുത്ത് പറയല്ല, മറിച്ച് ഒരു വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയ എന്താ പറയാ എനർജി കിട്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവ് മൈൻഡ് കിട്ടുന്ന ഒരു വലിയൊരു പോയിന്റ് ആണ് ദൈവവിശ്വാസം ഉണ്ടാവുക എന്നുള്ളത്. അത് ഏതൊരു മതം ആയിക്കോട്ടെ അവരുടെ മതത്തിലുള്ള അവരുടെ ദൈവത്തിനോട് വിശ്വസിക്കുക എന്നുള്ളത് വലിയൊരു പോയിന്റ് ആണ്. ആ ഒരു പോയിന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കാരണം ഇപ്പൊ പഠിച്ചു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ടല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് ആകെ നീടായുള്ള കാര്യങ്ങൾ എന്താ? ഭക്ഷണം വേണം, വസ്ത്രം വേണം, അങ്ങനെ ഒരുപാട് അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത്യാവശ്യത്തിലേറെ നമുക്ക് പഠിച്ചു അനുഗ്രഹിക്കുന്നില്ലേ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിന് എക്സ്ട്രാ ആയിട്ടുള്ള എന്താ പറയാ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അള്ളാഹുവിന് എക്സ്ട്രാ ആയിട്ടുള്ള, നമുക്കിപ്പോ പഠിച്ചവൻ എന്താണ് തരുന്നത് അതിനായിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിപ്പോ സുന്നത്ത് നിസ്കരിച്ചിട്ടായിക്കോട്ടെ, തഹജ്ജുദ് നിസ്കരിച്ചിട്ടായിക്കോട്ടെ. തഹജ്ജുദിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക പുണ്യമാക്കപ്പെട്ട, ഏറ്റവും ഇനി അതിനെ പറ്റി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത്രയും വലിയൊരു കാര്യമാണ് ഈ തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിനുള്ള സ്നേഹവും അള്ളാഹുവിനുള്ള നമുക്ക് ആ ഒരു ടൈമിൽ, അതായത് ആ അർദ്ധരാത്രിയുടെ പകുതിയിൽ നിന്ന് നമ്മൾ ആ അള്ളാഹുവിനോട് അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിനോട് കാണിക്കുന്ന നന്ദി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് പഠിച്ചവന് ഭക്ഷണം തരുന്നില്ലേ, പഠിച്ചവൻ നമുക്ക് ആരോഗ്യം തരുന്നില്ലേ, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണ്ടേ. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഞാൻ ഒരിക്കലും ടോട്ടലി പെർഫെക്റ്റ് എന്നല്ല പറഞ്ഞത്. പക്ഷെ പെർഫെക്റ്റ് ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാടധികം വിജയങ്ങൾ ഉണ്ടാവാൻ പറ്റും. നമ്മുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അടിപൊളിയായിട്ട് സക്സസ്ഫുള്ളി ഗോയിങ് ആവാൻ പറ്റും. നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ സക്സസ്ഫുള്ളി ഗോയിങ് ആവാൻ പറ്റും. നമ്മുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ സക്സസ്ഫുള്ളി ഗോയിങ് ആവാൻ പറ്റും. അത് ഒറ്റ കാര്യമുള്ളൂ, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ അള്ളാഹ്. അള്ളാഹ്ക്ക് വേണ്ടി ബിലീവ് ഇൻ അള്ളാഹ്, ബിലീവ് ഇൻ ഗോഡ് അഗൈൻ ബിലീവ് ഇൻ ഗോഡ്. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ വിജയമാണ്. ഏറ്റവും വലിയ എന്താ പറയാ സക്സസിന്റെ ഏറ്റവും വലിയ റീസൺ അതാണ്. സോ അത് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കുറച്ച് വാക്കുകളെ നിർത്തുകയാണ്. ഇത് എത്രമാത്രം ലാഗായി അല്ലെങ്കിൽ എത്രമാത്രം കുറഞ്ഞു പോയെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇൻഷാ അള്ളാ നിങ്ങളുടെ ലൈഫിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് യൂസ്ഫുൾ ആയി ഞാൻ കരുതുന്നു. ഇൻഷാ അള്ളാ. താങ്ക് യു ഹിബ, താങ്ക് യു സോ മച്ച്. ഏതായാലും ചെറിയൊരു സമയം കൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഏരിയകളിലൂടെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നിങ്ങളുടെ സെഷൻ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നല്ല ആ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു എനർജി അല്ല നിങ്ങൾക്കുള്ളത്. മാഷാ അല്ലാ, അത് ആ ഒരു കഴിവ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വൺ ഓഫ് യുവർ യുണീക് ടാലന്റ് ഈസ് ടു എക്സ്പ്രസ് യുവർ എന്താ പറയാ യുവർ വാല്യൂസ് ആൻഡ് നോളജ് ടു ദ അതർ പീപ്പിൾ. അത് ആ ഒരു നല്ല എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് മുന്നോട്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു റേഞ്ചിലാണ് ഉള്ളത്. അവന് മുന്നോട്ട് ഒരുപാട് പറക്കാനുള്ളതാണ്. ഫ്ലൈ ഹയർ ആൻഡ് സ്പ്രെഡ് ദ ലൈറ്റ് ടു ദ പീപ്പിൾ ഹു ആർ ഇൻ ഡാർക്ക്നെസ്. ഏതായാലും താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ കുറെ ഫീഡ്ബാക്സ് വരുന്നുണ്ട്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. സത്യം മാഷാഅല്ലാ ഫോർ യുവർ റിച്ച് സിസ്റ്റംസ്. താങ്ക് യു. ഒരുപാട് കാണുന്നുണ്ട് ഇവിടെ. ഏതായാലും താങ്ക് യു ഹിബ. അതേപോലെ ഇതിലേക്ക് എനിക്ക് ജസ്റ്റ് ഒരു കുറച്ച് നമുക്ക് ഡെയിലി പ്രാക്ടീസ്, ഇപ്പം പ്രയറിന്റെ കാര്യം പറഞ്ഞിരുന്നു, നമ്മളുടെ പാരന്റ്സുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാനിപ്പം കുറച്ചായിട്ട് ഫോളോ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്, കുറച്ചായിട്ടുള്ളൂ, അധികം ആയിട്ടില്ല, 1 year ഒന്നും ആയിട്ടില്ല. ഡെയിലി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ താഴോട്ട് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ
പുറത്തേക്ക് ഇറങ്ങി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഫസ്റ്റ് ഞാൻ ഉമ്മനെ കാണുന്ന സമയത്ത് ഞാൻ ഉമ്മന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കും. ദാറ്റ് മീൻസ് ഒരു കിസ് കൊടുക്കും. അപ്പൊ അത് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ എന്തോ ഒരു സ്പെഷ്യൽ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അത് മീൻസ് എനിക്ക് എന്തോ ഒരു ആഹ്, ഒരു സ്പെഷ്യൽ ഓറയോ പ്രൊട്ടക്ഷനോ, നമ്മൾ പറയില്ലേ നമ്മള് ശരിക്ക് ഗൈഡഡ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ പടച്ചോന്റെ സ്നേഹം കിട്ടുക എന്നൊക്കെ പറയല്ലോ. ശരിക്കും നമുക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റും. നമ്മളുടെ റൂട്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ വേരുകളാണല്ലോ നമ്മൾ ഉപ്പ ഉമ്മ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ ആ ഒരു ബന്ധം അവർക്ക് നമ്മളുടെ എക്സ്പ്രഷൻ, ആ ഒരു സ്നേഹം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും കൂടെ പറ്റിക്കഴിഞ്ഞാല് നല്ല രീതിയിൽ നമുക്കൊരു യൂണിവേഴ്സൽ ലവ് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആളുകൾക്ക് നമ്മളോട് ഒരു സ്നേഹവും, നമുക്ക് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൈൻഡിൽ ഇപ്പം അഹങ്കാരോ ദേഷ്യമോ അസൂയ അത്യാർത്തിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഫോർഗീവ്നെസ് ഒരു സംഭവം, ആ ഒരു ടൂള് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡും ഇതേപോലെ അൺകണ്ടീഷണൽ ലവും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എന്താ പറയുക, ആ ഒരു യൂണിവേഴ്സലോ നമുക്ക് എവിടെ പോയാലും ഫീൽ ചെയ്യാൻ പറ്റും. അത് മീൻസ് നമുക്കും എല്ലാവരോടും സ്നേഹമായിരിക്കും, നമ്മളോട് ആൾക്കാർക്ക് ഒരു സ്നേഹം ഫീൽ ചെയ്യും. അല്ല, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ആഡപ്പ് ചെയ്ത് പറഞ്ഞല്ലേ. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത്, എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കേൾക്കേണ്ടത് ഹിബ ഇപ്പം കോച്ച് ഹിബ ക്ലാസ് എടുത്തതിന്റെ ഒരു ഫീഡ്ബാക്സ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വന്നിട്ടോ അല്ലാതെയോ ഒന്ന് ഫീഡ്ബാക്സ് അറിയിക്കാൻ പറ്റുമോ പ്ലീസ്? ഏതായാലും ഹായ്, ഫസ്റ്റ് ക്ലാസ്. ഫാത്തിമ റീഷ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ് യെസ്, ഓഡിബിൾ ആണ്. ഓക്കെ, വെരി നൈസ് സെഷൻ ആക്ച്വലി. ഫസ്റ്റ് ടൈമാണ് ഹിബന്റെ സെഷൻ ഇങ്ങനെ ഗൂഗിൾ മീറ്റ് ത്രൂ അറ്റൻഡ് ചെയ്യുന്നത്. മുന്നേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് കാര്യങ്ങൾ, ഹിബന്റെ ഫോളോവർ ആണ് ഞാൻ ആക്ച്വലി. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇപ്പൊ എനിക്ക് ലിങ്ക് കിട്ടിയിട്ട് കയറിയതാ. ഐ തിങ്ക് 8:03-നോ 4-നോ വെച്ച് ഞാൻ ജസ്റ്റ് നിങ്ങളെ കൗൺസിലറിനെ ഞാൻ വേറെ ഒരു കാര്യത്തിന് കണക്ട് ചെയ്ത സമയത്ത് ലിങ്ക് ആ സമയത്ത് ആൾ അയച്ചു തന്നപ്പം ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വെറുതെ കയറിയതാ. പക്ഷെ വെരി ഹെൽപ്ഫുൾ ആക്ച്വലി. ഇപ്പൊ താങ്ക്സ് അലൗട്ട്. ഒരുപാട് കാര്യങ്ങൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ സെഷൻസ് നിങ്ങളെ സൈഡിൽ നിന്നിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു മജീദ് സർ. ഓഫ് കോഴ്സ് ഹിബ ഇനിയും വരും. ഇൻഷാല്ലാ. നിങ്ങൾ ഏപ്രിലിൽ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നില്ല, അതിൽ ഹിബ ഉണ്ടോ? ഉണ്ട്. ഏപ്രിലിൽ അതിലും ഹിബ വരുന്നുണ്ട്. അടുത്തത് നെക്സ്റ്റില് സ്പീക്കർ ആയിട്ടും വരും. ദാറ്റ് മീൻസ് 4th യൂണിക്നെസ് ഫെസ്റ്റിവൽ ഇൻഷാല്ലാ. അത് ഓഗസ്റ്റിലാണ്. ഇതിൽ ഓൾറെഡി നമ്മളത് സ്കെഡ്യൂൾ ആയി പോയിരുന്നു. അതുകൊണ്ടാണ് ബുക്കിംഗ് എടുത്തപ്പോഴേക്ക്. അതുകൊണ്ട് നെക്സ്റ്റിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റിലാണ് ഉണ്ടാവുക. ഞാൻ ആക്ച്വലി ഏപ്രിലില് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കൗൺസിലിംഗ് ജസ്റ്റ് കണക്ട് ചെയ്യുന്നതാണ്. ആളുടെ പേര് എനിക്ക് അറിയില്ല. അപ്പോ അപ്പൊ ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തപ്പോൾ ആളുടെ തന്നെ ഞാനൊരു വെബിനാറിന്റെ തിരക്കിലാണ്, ഞാൻ കണക്ട് ചെയ്യട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഫ്രീ ആണ്, ഓഫ് ടൈം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ജസ്റ്റ് ഓൺ ചെയ്തിട്ടതാ. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സെഷൻസ്. താങ്ക് യു ഹിബ. താങ്ക് യു മജീദ് സർ, ഇങ്ങനെ ഒരു അവസരം ഹിബക്ക് കൊടുത്തതിനും ഹിബനെ നമുക്ക് വേണ്ടിയിട്ട് കണക്ട് ചെയ്താൽ തന്നെയും താങ്ക് യു സർ. വേറെ ആരെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുണ്ടോ? ഹലോ സർ, ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ഇപ്പം നേരത്തെ ഫീഡ്ബാക്ക് പറഞ്ഞ ആള് പറഞ്ഞിരുന്നു ഏപ്രിലിൽ ഒരു സെഷൻ ഉണ്ടെന്നുള്ളത്. ആക്ച്വലി ഞാനത് പറയാൻ വേണ്ടി വരികയായിരുന്നു, പക്ഷെ വിട്ടുപോയി. എങ്കിലും പറയാണ്, ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമുക്ക് ഇത്രത്തോളം എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിയോക്കും ഓഫ്ലൈനിൽ എങ്ങനെയാവും എന്നുള്ളത്. അതും ഒരുപാട് ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല ആൾക്കാർ വന്നിട്ടുള്ള അവരുടെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും ഒരുപാടധികം നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ ലൈഫിൽ ആഡ് ചെയ്യാനും, നിങ്ങൾ ആ ഒരു സെഷൻ കഴിഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനർജി ബൂസ്റ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ആവുന്ന ഒരു അടിപൊളി സെഷൻ തന്നെ ഈ ഏപ്രിൽ 13-ാം തീയതി മാജിദ് യൂണിക്നെസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ആ ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കാൻ ശ്രമിക്കുക ഇൻഷാല്ലാ. അത് വരുന്നത് നമ്മളെ ഏപ്രിൽ 13 വുഡീസ് ഹോട്ടൽ വെച്ചിട്ടാണ്, കോഴിക്കോട് വെച്ചിട്ടാണ്. സോ ഇവരിൽ ആരെങ്കിലും ഒരാളെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ തന്നെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നതാവും ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച്. ഏതായാലും എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക.
ശ്രമിക്കുക മീൻസ് അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സബ്ജക്ട് ഉണ്ടോ എല്ലാ പ്രാവശ്യം? എങ്ങനെ Is there any special subjects? ഉണ്ട് always ആണ്. എന്താ? അന്നത്തെ ഫസ്റ്റില് മെയിൻ ആയിട്ട് നമ്മൾ കവർ ചെയ്യുക എല്ലാ മനുഷ്യന്മാരിലും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അത് ഐഡന്റിഫൈ ചെയ്ത് അതെങ്ങനെയാണ് നമ്മൾക്ക് ലൈഫിൽ വരുമാനം അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ വരുമാനം വർദ്ധിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു പാർട്ടാണ് അവിടെ ഷെയർ ചെയ്യാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇന്നർ ചൈൽഡ്, ഇപ്പം ചെറുപ്പത്തിലെ നമ്മളുടെ ഉള്ളിൽ കയറിപ്പോയിട്ടുള്ള കുറെ ട്രോമകൾ ഉണ്ടാവും, ഒരുപാട് വേദനകളും നമ്മളുടെ പാരന്റിങ്ങിൽ വന്നിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഹീൽ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. മെഡിറ്റേഷനും അങ്ങനെ കുറച്ച് ഒരു പ്രോസസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോസസ്സിന് ശേഷം നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചും പേഴ്സണാലിറ്റിനെ കുറിച്ചും, ഇത് അന്നത്തെ ഒരു സെഷൻ മാത്രമല്ല ഉണ്ടാവുക, 1 ഡേ ഓഫ്ലൈൻ സെഷനും 23 ദിവസത്തെ ഓൺലൈൻ പ്രാക്ടിക്കൽ ടൂൾസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വരിക. കറക്കും വരുന്ന 10 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 10 മില്യൺ USD ഗ്രോത്ത് വരാനുള്ള സാധനമാണ് ജഡ്ജ്മെന്റൽ അല്ലാത്ത ഒരു സമൂഹം. അതെ അതെ അതെ, കീപ് ഗോയിങ്, അതിലേക്ക് തുടക്കമാവട്ടെ. താങ്ക് യു സോ മച്ച്. ഏതായാലും വേറെ ആരെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുണ്ടോ? ഇവന്റെ സെഷൻ, ഹിബ ഇബ്രാഹിം അവരുടെ സെഷന്റെ ഫീഡ്ബാക്സ് അറിയിക്കാനുണ്ടോ? നല്ല പരിപാടിയായിരുന്നു. ഒറ്റ കാര്യം പറയുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടില്ലല്ലോ. നേരത്തെ ആരൊന്നും എന്ത് ഇസ്ലാമിനെ മതത്തിനെ അള്ളാഹിനൊക്കെ പറഞ്ഞത് കേട്ടല്ലോ. അതാണ് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കും അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആൾക്കും നന്മ ചെയ്യുന്നവനായ അള്ളാഹു എന്ന ബിസ്മിന്റെ തുടക്കം. അതാണ് നമ്മൾ അനുഭവിക്കേണ്ട ഏറ്റവും നല്ല അൺകണ്ടീഷണൽ ലവ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കും വിശ്വസിക്കാത്ത ആൾക്കാർക്കും ബിസ്മില്ലാഹിർ റഹ്മാനി, അള്ളാഹുവും അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കും അവിശ്വസിക്കാത്ത ആൾക്കാർക്കും കരുണ ചെയ്യാന്നുള്ളതല്ലേ. അതാണ് ഗോഡ്, അതാണ് ദൈവം. അത് നമുക്ക് പലതായിട്ട് ഫീൽ ചെയ്യും. അപ്പം നമ്മളെ മതമായ ഇസ്ലാം പറഞ്ഞെന്താ, അപ്പുറത്തുള്ള ആൾക്കാർ ഹിന്ദു ഏതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രമുള്ള സ്ഥലത്തേക്ക് ഇന്ത്യയിൽ ദഅവത്ത് ചെയ്യാൻ വന്നാണ് മുസ്ലിങ്ങൾ. അവർക്ക് സ്ഥലം കൊടുത്ത ആൾക്കാർ ഹിന്ദുക്കളാണ്. അപ്പോൾ മതത്തിനപ്പുറം മനുഷ്യനാവുക എന്നുള്ളതാണ് അൺകണ്ടീഷണൽ ലോ എന്ന് എനിക്ക് തോന്നി. ഇത് അതെ 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 അതെ, എന്താ തെറ്റുണ്ടെങ്കിൽ ആർക്കോ പറയട്ടോ. ഞാൻ കുറച്ച് മതം പഠിച്ചു ആയതുകൊണ്ടാണോ അറിയുന്നത് പറഞ്ഞു അല്ല, അതൊരു മതത്തിനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അല്ല. എല്ലാവരും കാരുണികനും കരുണാനിധിയും എന്നാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് ഒരു, നമ്മളെല്ലാരും ആ ഒരു യൂണിവേഴ്സൽ ലവ്. എല്ലാ മതവും നല്ലതാ. എല്ലാ മതത്തിന്റെയും നമ്മൾ ഡീപ്പർ സെൻസിൽ പോയി നോക്കിക്കഴിഞ്ഞാല് സമാധാനവും സന്തോഷവും ഒക്കെ തന്നെയാണ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് പല ആളുകളും അവരുടെ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത്. ഞാൻ കഴിഞ്ഞ നോമ്പിന് ഒരു മണികരനിൽ മറ്റേ ഓട്ട്സ്പ്രിങ് വരുന്ന ഒരു പഞ്ചാബിൽ അങ്ങനതാ നോമ്പിന് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് കുത്തിനെ ആലോചിച്ച് പഠിച്ചു. റമദാനാണ്, വില ആരാധിക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ഉള്ളിൽ കയറുന്ന ഒരു തെറ്റാണോ? അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ചോദിച്ചു, അല്ലേ പഠിച്ചോ പറഞ്ഞ പോലെ ആരാധിക്കരുത് എന്നല്ല പറഞ്ഞുള്ളൂ. ഞാൻ പള്ളിയിൽ പോയി ഇരുന്നേരം അമ്പലത്തിൽ പോയി ഇരുന്നേരം ഒക്കെ എനിക്ക് സമാധാനം കിട്ടിക്കുന്നു. വയലിൽ പള്ളി കുത്തിരുന്നാലും കിട്ടും സമാധാനം. ഐ ഫെൽറ്റ്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ അഭിപ്രായം പറയട്ടോ. നമുക്ക് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം. 100 വട്ടം ബൈ ബൈ. അല്ല അത് ഓരോരുത്തർ പറയാനുള്ള അവസരം കൊടുക്കണം. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പലരും വരും, പലരും അനുഭവിക്കൂ. എന്താ അറിയോ, ചിലവർക്ക് എന്ത് നമ്മൾ എല്ലാവിധ ആൾക്കാർക്കും എല്ലാത്തിലും എന്ത് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. ദാറ്റ്സ് ദ എനർജി ഓഫ് നാച്ചർ. അത് വേറെന്തോന്ന് കൊടുത്തിട്ട് വേറെന്തോന്ന് തിരിച്ചു കിട്ടൂലെന്നേ ഉള്ളൂ. ആട് കൊടുക്കുന്ന ഇൻപുട്ട് അല്ലേ. അങ്ങനെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞോണ്ടാ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ തിരുത്തി എഴുതുന്നതിനാണ് നമ്മൾ മതമെന്ന് വിശ്വസിക്കുന്നിടത്തേ പ്രശ്നമുള്ളൂ. ഓക്കെ ബൈ ബൈ. എന്താ പറയാ, പോവാൻ റെഡി ആയി നിൽക്കുക. പിന്നെ അൺകണ്ടീഷണൽ ലോ മാത്രം അങ്ങോട്ട് കേട്ടു എന്ന് പോയതാ. കൺഗ്രാറ്റ്സ്. അതിനും താങ്ക് യു ഹിബ. ഷമീമ മാം പറഞ്ഞോളൂ. ഏറ്റവും പ്രായം കൂടിയ ഒരാളുടെ റിവ്യൂ പറയാൻ വരുന്നുണ്ട് ഹിബ മാമിനോട്. അപ്പൊ ഒന്ന് കേൾക്കണേ. പറഞ്ഞു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് മോളെ. റിവ്യൂ പറ. ഞാൻ ക്ലാസ് കേട്ടിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ ഹിബ മാമിന്റെ വീഡിയോസ് ആള് കാണാറുണ്ട്, ഞാൻ ഫോളോ ചെയ്ത കാരണം. അപ്പൊ ഇത്രയും സംസാരിച്ചപ്പോ ഉമ്മച്ചിയെ പോലെ സംസാരിക്കുന്ന രീത്തല്ലേ എന്നോട് പറഞ്ഞു. അപ്പൊ റിവ്യൂ നീ പറഞ്ഞു. താങ്ക് യു. വെൽക്കം.
നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി സെക്ഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഏതായാലും അടുത്തത് ഷെമിമ മാം, താങ്ക് യു കേട്ടോ. അടുത്തത് ഷെമിമ മാമിന് നമ്മളെ സ്ഥിരമായിട്ടുള്ള ആളാണ്, ഒരുപാട് ആളുകളെ ഈ സെഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളും കൂടാണ്, സൈക്കോളജിസ്റ്റ് ആണ്. അടുത്തത് സഫ്ന മാം, സഫ്ന ഷബീർ മാം ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടിരുന്നു. മാം പറഞ്ഞോളൂ. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഹിബ, നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. അതില് ഫസ്റ്റ് അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച് പറഞ്ഞില്ലേ, എനിക്ക് തോന്നിയിട്ടുള്ളത് പാരന്റ്സ് പോലും ഇവൻ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് മക്കളെ സ്നേഹിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇവൻ ചെറുപ്പം മുതൽ തന്നെ ഇത്ര മാർക്ക് വാങ്ങിച്ചാൽ ഇത് വാങ്ങിച്ചു തരാ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കണ്ടീഷൻ വെച്ച് സ്നേഹിക്കുന്ന ആ ഒരു രീതി അപ്പൊ മുതല് മക്കളിൽ ആ ഒരു സെൽഫ് ലവ് ലോസ് ആയി പോകുന്നുണ്ട് ആക്ച്വലി. അതുപോലെ തന്നെ സെൽഫ് ലവ് നമ്മുടെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ, ഫാമിലി, ഫ്രണ്ട്സ്, ഈവൻ ഫാമിലിന്ന് പോലും പോസിറ്റിവിറ്റിനേക്കാൾ കൂടുതൽ നെഗറ്റിവിറ്റി ആണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മള് എത്ര സെൽഫ് ലവ് ഉണ്ടാവണം അല്ലെങ്കിൽ സെൽഫിനെ സ്നേഹിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അത് മറ്റുള്ളവരിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. ആ ഒരു നെഗറ്റിവിറ്റി അത് എത്ര ശ്രമിച്ചിട്ടും സെൽഫ് ലവ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതാണ് ഭയങ്കര വിഷമം. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മള് സെൽഫ് ലവിനേക്കാൾക്ക് അപ്പുറത്തേക്ക് ചെയ്യേണ്ടതാണ് സെൽഫ് റെസ്പെക്ട്. നമ്മൾ നമ്മുടെ സറൗണ്ടിലുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുന്നു, എന്ത് മനസ്സിലാക്കുന്നു, എന്ത് കരുതുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. ഇപ്പത്തെ പാരന്റ്സ് നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ തീർച്ചയായിട്ടും വെക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, നീ എന്നെ വലുതായി കഴിഞ്ഞാല് ഇന്നെക്കാളും അടിപൊളിയായിട്ട് സ്നേഹിക്കണം കേട്ടോ എന്ന് പറയുന്ന പാരന്റ്സ് ഉണ്ട്. ഒരിക്കലും ഞാൻ പറഞ്ഞത് വളരെ ഫുള്ളിഷ് ആയിട്ടുള്ള തോട്ടാണ്, അല്ലെങ്കിൽ ഫുള്ളിഷ് ആയിട്ടുള്ള സംസാരമാണ്. അങ്ങനെ പറയുകയേ ചെയ്യരുത്. കാരണം അവര് മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചിട്ട് അവർ നാളെ നമ്മളെ നോക്കണം എന്നുള്ളൊരു ബാധ്യത ആ ഒരു രീതിയിലാക്കാണ്ട് അവർക്ക് അവരുടെ സ്നേഹം അങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന രീതിയിൽ അവർ തീർച്ചയായിട്ടും സ്നേഹിക്കണം. അതേപോലെ തന്നെയാണ് നമുക്ക് നമ്മളെ സെൽഫ് ലവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം പല എക്സ്പീരിയൻസ് ആവാം, നമ്മൾ ചുറ്റുന്ന ഒരുപാട് ഇടങ്ങേറുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിട്ട് കൊണ്ടാവാം അങ്ങനെ തോന്നൽ വരുന്നുണ്ടാവാം. പക്ഷെ അവിടെയൊക്കെ മനസ്സിലാക്കുക, നമ്മൾ ആ ഒരു മൊമെന്റിൽ എടുക്കുന്ന ആ ഒരു തീരുമാനം, നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ എടുക്കുന്ന തീരുമാനം, നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്ന പേഴ്സണെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വിജയത്തിലേക്ക് കൊടുക്കുന്ന വലിയൊരു സ്റ്റെപ്പ്. സോ സെൽഫ് റെസ്പെക്ട് ചെയ്യുക ആൻഡ് സെൽഫിന് ഒരു വാല്യൂ കണ്ടെത്തുക, അതേപോലെ തന്നെ സെൽഫിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. താങ്ക് യു ഹിബ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഓരോ ക്വസ്റ്റ്യൻസിനും അതിനനുസരിച്ചുള്ള എല്ലാവർക്കും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള മറുപടികൾ വരുന്നുണ്ട്. അപ്പം മറ്റുള്ളവരും വേറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ബാക്കിയുള്ള ആളുകൾക്കും കൂടെ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുട്ടോ. ആ ഷെഫി പറഞ്ഞോളൂ, ഇത് ലേഡിയാണോ? മാം പറഞ്ഞോളൂ ഷെഫി. അഫ്സൽ സാർ, അസ്സലാമു അലൈക്കും. ഷെഫീൻക്കാണോ? ഞാൻ ഷെഫീൻ എഴുതിയപ്പോ ഇനി ഷെഫീനാണോ ഷെഫീർക്കാണോ ആരാന്ന് മനസ്സിലാവാത്തോണ്ട്. ഷെഫീൻക്ക നമ്മുടെ സെക്കൻഡ് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് കേട്ടോ. ആളുടെ വൈഫൊക്കെ നമ്മളുടെ വൈഫ് ലാസ്റ്റ് 8ാമത്തെ 9ാമത്തെ ബാച്ചിൽ ചെയ്തിരുന്നു. ഷെഫീൻക്ക പറഞ്ഞോളൂ, നിങ്ങള് സെഷൻ കേട്ടിരുന്നോ? വലൈക്കും സ്ലാം. ഞാൻ ലാസ്റ്റ് ഒക്കെ ഒരു 10 മിനിറ്റ്സ് കേട്ടത്. ഞാൻ ഡ്യൂട്ടിയിലാണ്. എയർപോർട്ടിലാണോ? ഞാനിപ്പോ ഓഫ് സൈറ്റിലാണ്. സെഷൻ ലാസ്റ്റ് തഹജ്ജുദ് ലൈൻ ആകുമ്പോഴാണ് ഞാൻ എത്തുന്നത്. പക്ഷെ എനിക്ക് നല്ല എന്താ പറയാ, നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇതൊക്കെ ഓരോ ടൂൾസ് ആണല്ലോ, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഒരു ടൂൾസ് ആണ്. ഇത് നമ്മൾക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് അത് എത്രമാത്രം നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ. പക്ഷെ സെഷൻ എനിക്ക് ഞാൻ കുറച്ചു നേരം ഇരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് പിന്നെ ലെഫ്റ്റ് ചെയ്യാതെ അവിടെ തന്നെ നിന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ ഷെഫി എന്നുള്ള പേര് കൊടുക്കല്ലിട്ടോ. ഒന്നെങ്കിൽ ഷെഫീൻ ആക്കി, അല്ലെങ്കിൽ ഇത് ആണാണോ പെണ്ണാണെന്ന് പെട്ടെന്ന് മനസ്സിലായി. നിങ്ങളെ ഫേസ് കണ്ടാ എനിക്ക് അറിയാം. ഞാൻ ഇടയ്ക്കൊന്ന് മോഡ് ഓൺ ആക്കി, പിന്നെ ഇവിടെ പാസഞ്ചർ വന്നപ്പോ ഓഫ് ചെയ്തു. ആയിക്കോട്ടെ. ഏതായാലും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഏതായാലും വേറെ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഫീഡ്ബാക്സോ എന്തെങ്കിലും റിവ്യൂസോ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിലോ എന്ത് വേണം പറയട്ടോ ഇവിടെ. ഹലോ, വലൈക്കും സ്ലാം.
വീഡിയോ ഓൺ ആക്കാത്തത്. നിങ്ങൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല, എന്തോ ഒരു എക്കോ അടിക്കുന്നുണ്ട്. ഹലോ, ഇപ്പൊ ശരിയായോ? ഇപ്പൊ ഓൾമോസ്റ്റ് പറഞ്ഞോളൂ, അങ്ങനെ പറഞ്ഞോളൂ. ഞാൻ ചെറിയ റേഞ്ച് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത്. മുർഷി റൂമിന്ന് പുറത്തിറങ്ങ, എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആവും. ശരിയോളി, ഞാൻ തായിരുന്നപ്പോ ആള് മേലെ പോയതാ, അപ്പൊ റൂമിൽ ഇരുന്നിട്ട് പ്രശ്നമാണത്. അങ്ങനെ. ഹലോ, മുർഷിദ പറഞ്ഞോളൂ. ഞാന് വീടിന്റെ അപ്സ്റ്റെയറിലാണ്. അപ്പൊ പിന്നെ നെറ്റും ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സ്റ്റെക്ക് ആവുന്നതുകൊണ്ട് താങ്ക് യു ഹിബ. ഞാനിപ്പോ ഈ സെഷന്റെ ഇടയിൽ കൂടെ മാമിനെ പോയി ഫോളോ ചെയ്ത് വരിക കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ ഇത് വെച്ച് ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ റീൽസിൽ ഇങ്ങനെ കാണാൻ ആളെ, അങ്ങനെ മറിച്ച് പോകുമ്പോഴും ഇങ്ങനെ കാണാൻ ആളെ. പിന്നെ ഈ കുറഞ്ഞ നേരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത്, ഞാനൊരു മകളാണ്, ഒരു വൈഫാണ്, പാരന്റ്സ് ആയിട്ടില്ല, കുട്ടികളായിട്ടില്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിങ്ങനെ വീഡിയോ പറഞ്ഞത് നിർത്തിയെന്ന് കണ്ടപ്പോ ഞാൻ ടൈം നോക്കി, 9 മണി പോലും ആയിട്ടില്ല. ഇതെന്താ ഇപ്പൊ ഉണ്ടായത് ഇവിടെ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കുറഞ്ഞ സമയം കൊണ്ട്. മാഷാഅല്ലാഹ്, അത് നിങ്ങളൊരു വലിയൊരു ബ്ലെസ്സിങ്, അടങ്ങൊരു കഴിവ് തന്നെ പറയാ. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുക എന്ന് പറഞ്ഞാല്, പൊതുവേ നമ്മളെ സെഷൻ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവലുണ്ട് ഓരോ കാര്യങ്ങളായിട്ട്. നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഒരുപാട് താങ്ക്സ്. നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കാൻ പറ്റിയതിലും മുന്നിൽ അവസരം തന്നതിലും ഒരുപാട് താങ്ക്സ്. ഹലോ, താങ്ക് യു. പറഞ്ഞോളൂ. അൽഹംദുലില്ലാ, ആദ്യമായി പഠിച്ച റബ്ബിനോട് നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മാജിദ് സാറിന്റെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇന്ന് എനിക്കൊരു മാരേജ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് സാറിന് ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ല. റെക്കോർഡ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കാണ്. ഉണ്ടാവുമായിരിക്കുമല്ലോ. ഞാനല്ല ഇന്ന് സെഷൻ എടുത്തത്, ഹിബ മാമാണ്. ഹിബ മാമാണ്. ഓക്കെ. എങ്കിലും പിന്നെ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ക്ലാസിന്റെ ഫീഡ്ബാക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അൽഹംദുലില്ലാ. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അവസരം അൽഹംദുലില്ലാ പടച്ച റബ്ബ് നൽകി. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത സമയത്താണ് ഇങ്ങനെ ഒരു സെഷൻ ഓർമ്മ വന്നത്. പിന്നെ എന്തായാലും ഒരു ഫീഡ്ബാക്കിന്റെ സമയത്തെങ്കിലും എത്തിപ്പെടാൻ പറ്റിയല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴായും എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതായത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ ഒരു സ്പൂൺ ഉപ്പിടാണെങ്കിൽ ആ ഒരു വെള്ളത്തിൽ സ്വയമാറ്റം സംഭവിക്കുന്നില്ല. എന്നാൽ നേരെ മറിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതേ അളവില് ഒരു സ്പൂൺ ഉപ്പെടുത്തിടാണെങ്കിൽ അതിൽ വല്ലാത്ത സ്വയമാറ്റം ഉണ്ടാവും. നമുക്കത് നാവിൽ തട്ടിക്കാൻ പോലും പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് വിശാലത ഉണ്ടായി കഴിഞ്ഞാല് നമുക്കൊരു എത്ര വലിയ പരീക്ഷണങ്ങളാണെങ്കിലും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. നേരെ മറിച്ച് നമ്മളൊരു മനസ്സ് വിശാലത അല്ലാതെ ഒരു ഇടുങ്ങിയ മനസ്സാണെങ്കിൽ, ഒരു കർക്കശ സ്വഭാവക്കാരാണെങ്കിൽ നമുക്കൊരു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോവും, നമ്മൾ ആകെ തളർന്നു പോവും. അപ്പോൾ നമ്മൾ എന്നും ചിന്തിക്കേണ്ടത്, നമുക്ക് എന്തൊക്കെ പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മളെ മനസ്സ് വിശാലത ഇല്ല എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ന് കരുതി നമുക്ക് അള്ളാഹ് പടച്ച റബ്ബേ നീ എന്തിനാ എനിക്ക് ഇത്ര പരീക്ഷണങ്ങൾ തരുന്നേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് ചിന്തിക്കുക. നമ്മളെ ഭാഗത്ത് നോക്കുമ്പോൾ എന്റെ മനസ്സ് വിശാലത ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. നമ്മളൊരു താഴേക്ക് നോക്കുന്ന സമയത്ത് എന്നേക്കാൾ ഒരുപാട് നമുക്കൊരു കുഞ്ഞി തലവേദന വരുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുക, ഒരു തല മുറിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരൊക്കെ ഉണ്ടാവൂലേ, അപ്പൊ ഈ ഒരു കുഞ്ഞി തലവേദന അല്ലേ നമുക്ക് പടച്ച റബ്ബ് തന്നിട്ടുള്ളൂ. അപ്പൊ ഒരുപാട് മറ്റുള്ള ഒരു അവയവത്തിന് നമുക്ക് ഒരു പ്രശ്നവുമില്ല, തലക്കൊരു കുഞ്ഞി വേദന അല്ലേ ഉള്ളൂ. അപ്പോ അൽഹംദുലില്ലാ നമ്മള് അങ്ങനെ ബ്ലെസ്സിങ് ചെയ്ത് ഓരോ അനുഗ്രഹങ്ങൾക്കും പടച്ച റബ്ബിനോട് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഓരോ സെക്കൻഡ് പോലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും.
അപ്പൊ അൽഹംദുലില്ലാ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഓരോ സെക്കൻഡിലും നന്ദി അറിയിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനും മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെച്ചുകൊണ്ട് ഒരു ആഷിഖാത്തു റസൂലായി മാറി ജീവിക്കാനും പടച്ച റബ്ബ് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. ഇതുപോലെ വേറെ ആരെങ്കിലും ഫീഡ്ബാക്സോ എന്തെങ്കിലും ആഡപ്പ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. മാക്സിമം ഓപ്പർച്യൂണിറ്റി ഉള്ളവർ യൂസ് ചെയ്യാട്ടാ. ഹിബന് ഞാൻ ഇതുവരെ ഫീഡ്ബാക്ക് പറഞ്ഞില്ല, എല്ലാവർക്കും അവസരം കൊടുത്തോട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം നമ്മൾ എൻഡ് വരെ ഉണ്ടാവുമല്ലോ എല്ലാവരും. ഒരു കാര്യം കൂടെ ഞാൻ പറയണേ, നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളുണ്ട്. പുള്ളിക്കാരി അത് എന്നോട് എടുത്തു പറയാൻ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇന്ന് ആള് ജോയിൻ ആയതാണ്. സംസാരിക്കാൻ ആൾക്ക് കഴിയില്ല. സാറിന്റെ മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ ആള് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കേൾക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അൽഹംദുലില്ലാ കുഴപ്പമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഹിബ മാം ഇത്രയും സ്പീഡിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആള് സൈക്കോളജി പഠിക്കാണ് കേട്ടോ. അതും കൂടെ വേറൊരു കാര്യമാണ്. നന്നായിട്ട് എഴുതും, നന്നായിട്ട് പെയിന്റ് ചെയ്യും, നല്ല കഴിവാണ്, നല്ല ടാലന്റ് ആണ്. പക്ഷെ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഇത്രയും നല്ല രീതിയിൽ ഹിബ മാമിന് സംസാരിക്കാൻ കഴിയുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നൊരു കുറവ് മാത്രമാണ് എന്റെ മൈൻഡിൽ എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സംസാരിക്കുമ്പോൾ റിവ്യൂ പറയുമ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. പക്ഷെ ഹിബ മാം ഇത്രയും ക്വാളിറ്റിയോടെ അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ടൈം ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണ്, കുറച്ച് സമയത്ത് നല്ല രീതിയിൽ സ്നേഹിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ മാം അതിനൊന്ന് ആൻസർ തരാമോ? ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്ന ആ ചോദ്യം, അതായത് നമ്മൾ ഈ ഒരു സമയം കൊണ്ട് എങ്ങനെ സംസാരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, എന്താ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല ആ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരോ? ആൾക്ക് ഒരു സമയം, നല്ലൊരു സമയം ആളുടെ ലൈഫിൽ ഇല്ല എന്നാ പറയുന്നത്. അതായത് ആൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, ടെൻഷൻ മാത്രമേ ഉള്ളൂ. സംസാരം കുറഞ്ഞു പോയതിന്റെ പുറത്ത് ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, അവരുടെ ഫാമിലി ബേസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോഴും. അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചതിനെയാണ്, പക്ഷെ അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്. ഡിവോഴ്സ്ഡ് അല്ല, പക്ഷെ സെപ്പറേറ്റഡ് ആണ്. 2 മക്കളുണ്ട്. ബട്ട് ഈ കഴിവുകളൊന്നും ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇത്രയും കഴിവുകൾ ഉണ്ടെങ്കിൽ, ഇത്ര കഴിവുണ്ടെങ്കിലും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നവർക്കൊക്കെ മക്കളില്ലാത്ത അല്ലെങ്കിൽ പാരന്റ് ആവാൻ പറ്റാത്ത ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. പക്ഷെ ഈ കാലത്ത് നീ അതൊക്കെ ഒരു കഴിവാക്കി എടുക്കുന്ന പറയുമ്പോൾ എന്നോട് പറയും, എനിക്ക് സംസാരിക്കാൻ പറ്റണില്ലല്ലോ, ഇതാണ് എന്റെ ലൈഫിലെ ഏറ്റവും തോൽവി എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാര്യം, നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാം തരുന്ന ആൻസറുകൾ ഭയങ്കര സ്പീഡിലായിരുന്നു. മാം എങ്ങനെയാണ് ക്വാളിറ്റി ടൈം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാനൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു വലിയ കുറവേ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു കുറവേ അല്ല. കാരണം നമ്മൾ നേരത്തെ ഇത്ത പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞിരുന്നു, ആൾ പേര് ഓർമ്മയില്ല, പറഞ്ഞിരുന്നു എന്താ വെച്ചാല് നമ്മൾ മനസ്സിന് വിശാലത ഉണ്ടാവുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് പറയുന്നോ അതിലല്ല കാര്യം, നമുക്ക് എന്തൊക്കെ ഉണ്ട്. ഇപ്പോ ആക്ച്വലി ഞാൻ ഇതിനെ പറ്റി ഒന്നും ഡിഫൈൻ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആൾക്ക് വേണ്ടി സംസാരിച്ച വ്യക്തി തന്നെ പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്തൊക്കെ ഇല്ലാന്ന് തോന്നുന്നു അതിനല്ല നമ്മൾ നോക്കേണ്ടത്, നമുക്ക് എന്തൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ ആൾക്ക് സംസാരിക്കാൻ കഴിവില്ല എന്നുള്ളൂ, പക്ഷെ ആൾക്ക് എന്ത് ചെയ്യാം, ആൾക്ക് എഴുതാൻ കഴിവുണ്ട്, ആൾക്ക് കൈയുണ്ട്, ആൾക്ക് കാലുണ്ട്, ആൾക്ക് 2 പൊന്നു പോലത്തെ മക്കളുണ്ട്. ഈ ഒരു മക്കളുണ്ട്. അതേപോലെ തന്നെ ആൾക്ക് ഒരുപാട് അതായത് ആളുടെ ലൈഫിൽ ഒരുപാട് ഫെയിൽ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് തോൽവികൾ ഉണ്ടായിട്ടുള്ള, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നിങ്ങൾക്ക് അള്ളാഹു നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ആ അനുഗ്രഹം ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും. നിങ്ങൾ എഴുതുന്ന ഒരാളാണ്, നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ആ ഒരു സ്കില്ല് നിങ്ങൾ നല്ല രീതിയിൽ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ചിലപ്പോ പഠിച്ചവന് അതിലാവും അനുഗ്രഹം തന്നിട്ടുണ്ടാവുക. പഠിച്ചവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. കാരണം അതിനേക്കാൾ ഭംഗിയുള്ള, അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ലൈഫിൽ ആ ബുദ്ധിമുട്ടും ആ ഇടങ്ങേറും ഉണ്ടാവുന്നത്. പഠിച്ചവന് ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് അള്ളാഹു വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുള്ളൂ. കാരണം അള്ളാഹുവിൽ എത്ര വിശ്വാസം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് പറയാണ്, നിങ്ങളൊരു അള്ളാഹുവിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് ചിലപ്പോൾ ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് സംസാരം ഒരു കുറവേ അല്ല, കുറവിനേക്കാൾ ഒരുപാട് നേട്ടങ്ങൾ. നടക്കാൻ പറ്റുന്നില്ലേ, ഇരിക്കാൻ പറ്റുന്നില്ലേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ, ഏറ്റവും വലിയൊരു കാര്യമാണ് ഉറങ്ങാൻ പറ്റുന്നില്ലേ, എണീക്കാൻ പറ്റുന്നില്ലേ, ഉറങ്ങിയിട്ട് എണീക്കാൻ പറ്റുന്നില്ലേ. എത്ര പേര് ഉറങ്ങിക്കൊണ്ട് മരിച്ചു പോണ്, എത്ര പേർക്ക് അങ്ങനെ സംഭവിക്കുന്നു, എത്ര പേര് ജസ്റ്റ് ഒന്ന്, ഇപ്പൊ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല, ബൈക്ക് ഓടിക്കേണ്ട ആവശ്യമില്ല, കാർ ഓടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ അരിയത്ത് നിന്ന് മതി
കുറച്ചു കാലം മുമ്പാണ് നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്, 4 മക്കള് ഹരിയത്തിൽ കൂടെ നടന്നു പോകുമ്പോ ഒരൊറ്റ സമയത്ത് ഒരൊറ്റ സെക്കൻഡില് ഇടിച്ച് മരിച്ച ഒരു കഥ, അല്ലെങ്കിൽ ഒരു അവസരം, അല്ലെങ്കിൽ അവസ്ഥ നമ്മൾ കേട്ടതാണ്. അതേപോലെ തന്നെ ഇപ്പൊ അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നില്ലല്ലോ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, നമുക്ക് നീക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ വലിയ അനുഗ്രഹങ്ങളല്ലേ. തീർച്ചയായിട്ടും ആ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. പക്ഷെ ആ അനുഗ്രഹത്തെ പറ്റി നമ്മളൊന്ന് അവെയർ ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും നമുക്ക് കുറവ് ചിന്ത വരും, സ്വാഭാവികമായിട്ട് വരും. ഇപ്പം പണ്ടൊക്കെ, ഇപ്പത്തെ കാലമല്ല, ഇപ്പത്തെ ഒരു മൊമെന്റ് അല്ല, മുന്നൊക്കെ, അതൊരു 3-4 വർഷം മുമ്പൊക്കെ എനിക്കൊരു വലിയ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഞാൻ കുറച്ച് കളർ കുറവുള്ള ഒരാളായിരുന്നു. അപ്പം ആ ഒരു കളറ് മേ ബി ഞാൻ എന്റെ വളർച്ചയിൽ എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷെ കുറച്ച് മുമ്പ് കുറച്ച് കളർ കുറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഇനി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കളർ കുറവുണ്ട്, കുട്ടി ഇങ്ങനെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവൾക്ക് കല്യാണം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അന്ന് ഞാൻ ഈ കുറവിനെ ഭയങ്കര ഇടങ്ങേറിട്ടാ നോക്കിയിരുന്നത്. കാരണം എനിക്ക് എങ്ങനെയും വെളുത്തേ പറ്റുള്ളൂ, എനിക്ക് എങ്ങനെയും ഭംഗി വെച്ചേ പറ്റൂ. പക്ഷെ അതിന് ഒരുപാട് പൊട്ടത്തരങ്ങൾ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പഠിച്ചോ എനിക്ക് നല്ലൊരു എന്താ പറയാ ചിരി തന്നിട്ടില്ലേ. ഞാൻ കറുത്തായാലും എന്താ, അല്ലെങ്കിൽ ഞാൻ വെളുത്തായാലും എന്താ, എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു ചിരി തന്നിട്ടില്ലേ. അതേ പറഞ്ഞത്, എന്തൊക്കെ നമുക്ക് കുറവുണ്ടോ അവിടെയൊക്കെ നമുക്ക് കൂടുതലുകളുണ്ട്. എനിക്ക് സ്കിന്നിന് ആ കളർ പഠിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമല്ല, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് അന്നൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു ചിരി തന്നിട്ടുണ്ട്, എനിക്ക് ഭംഗിയുള്ള കണ്ണ് തന്നിട്ടുണ്ട്, ഭംഗിയുള്ള മൂക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭംഗിയുള്ള ശരീരം തന്നിട്ടുണ്ട്, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അത് മതി ജീവിതത്തിൽ, അത് മതി, വേറൊന്നും വേണ്ട. അങ്ങനെയുള്ള അനുഗ്രഹത്തെ ആലോചിച്ചിട്ട് വീണ്ടും വീണ്ടും സന്തോഷിക്കുക. അപ്പൊ നമ്മുടെ ലൈഫിൽ സന്തോഷം വന്നോളൂ. നമ്മൾ എന്തൊക്കെ ഇല്ലാത്തിൽ ഒന്നും നോക്കാണ്ട് ഉള്ളതിൽ നോക്കുക, ഉള്ളതിൽ മാത്രം നമ്മൾ ഫോക്കസ് നോക്കുക, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അത്രേ ഉള്ളൂ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അവൾക്ക് ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലും അവളിപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇവര് കുറച്ചും കൂടെ വലിയ ആളുകളല്ലേ, ഇവര് സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഹീലിംഗ് കിട്ടുന്നുണ്ട്. അഫ്സൽ സാറ് മുന്നത്തെ ക്ലാസ്സിൽ അവര് ഡൗട്ട് ചോദിച്ചപ്പോൾ സാറും ഞങ്ങളും തന്നെ, ഞാനും അത് അത്രത്തോളം വേണ്ടപ്പെട്ട ഒരു ഡൗട്ട് ആയിരിക്കും അവൾക്ക് ചിന്തിച്ചു പോയില്ല. അതുകൊണ്ട് വലിയ വിഷമം ഉണ്ടായിരുന്നു, എന്നോട് അഫ്സൽ സാർ സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അവൾക്ക് നല്ല സംശയം, ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നെ കുറെ സംശയങ്ങൾ ചോദിക്കാൻ അവൾക്ക് പ്രയാസമുണ്ട് ഇപ്പോൾ, കാരണം സംസാരിക്കാൻ പറ്റാത്തതിന്റെ പുറത്ത് അത് വലിയൊരു കഴിവുകളായിട്ട് അവൾ കാണുന്നത്. പക്ഷെ മലപ്പുറം ജില്ലയില് ആംഗ്യഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയെ അത് വേറൊരു സ്റ്റെപ്പാക്കി കൊണ്ടുവന്ന് അതിന്റെ ഒരു ലീഡർ ആയിട്ട് ക്ലാസ് കൊടുക്കുന്ന ലേഡിയാണ്. വരുമാനമുണ്ട്, സ്വന്തം പ്ലാനിങ്ങിൽ ഒരു വീട് വെച്ചിട്ടുണ്ട്, പിന്നെ നന്നായിട്ട് പെയിന്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റു കൺട്രീസിലേക്ക് അത് പോകുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വരുമാനങ്ങൾ അവൾക്കുണ്ട്. നല്ല മെഹന്തി ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ മേം പറഞ്ഞ പോലെ ഒരുപാട് കഴിവുകൾക്ക് വാരി കൂട്ടി കൊടുത്തിട്ടും അവൾക്കൊരു സംസാരിക്കാൻ പറ്റാത്തതിന്റെ പുറത്ത് അവൾ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. നമ്മൾക്കൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടും നമ്മളിതിൽ പലരും സംസാരം അറിഞ്ഞിട്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തവരില്ലേ. ഇപ്പൊ ഞാൻ അവളോട് പറയുന്നുണ്ട്, സംസാരിക്കാൻ അറിയാത്തവർക്ക് തുല്യമായിട്ട് നീ അങ്ങനെ നിന്നെ കാണല്ലേ, നീ ദയവ് ചെയ്തിട്ട് നീ സംസാരിക്കുന്നതിലുപരി വേറെ എന്തൊക്കെയോ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ എന്നോട് ഇപ്പൊ പറഞ്ഞത്, നീ ഒരു സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡന്റ് അല്ലേ, നീ ഒരു ഡോക്ടർ ആവുന്ന സമയത്തും ഒരു ക്ലിനിക്ക് ഇട്ടിരിക്കുന്ന സമയത്തും എല്ലാ ജനങ്ങളോടും പ്രശ്നം പറയുന്ന പോലെയാണ് ഒരു രോഗി നിന്റെ അടുത്ത് വന്നിരുന്ന് പറയാ. അതുപോലെ എനിക്കിപ്പോ ഇബാ മാമിനോട് സംസാരിക്കാൻ തോന്നി, ഇനി ഒന്ന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത്. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ചോദിച്ചത്. എന്തായാലും റെസ്പോണ്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ആൾക്ക് ഇതുപോലുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട്, അച്ചീവ്മെന്റ് ഉണ്ടെന്നൊക്കെ സൂചിക്കപ്പെട്ടു. ഞാൻ ചോദിക്കുകയാണ്, ഈ നേട്ടങ്ങൾ ഒരു ദിവസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതുകൊണ്ട് വീണ്ടും പറയാണ്, ഈ നേട്ടങ്ങളിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഈ നേട്ടങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആളുടെ ജീവിതം ഇതിനേക്കാളും ഭയങ്കര മോശമാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ നേട്ടങ്ങളില് വീണ്ടും അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് നേട്ടം വരുമ്പോൾ നമ്മൾ ആ കുറവിലേക്ക് മാത്രം നോക്കുമ്പോൾ പഠിച്ചാൽ നമ്മളെ പരീക്ഷിക്കും, വീണ്ടും പരീക്ഷിക്കും. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 12ാമത്തെ വയസ്സിൽ കിട്ടിയതാണ് എനിക്ക് അവളെ. അന്ന് മുതൽ ചേർത്ത് പിടിച്ചിട്ട് ഇന്നോളം അവള് സ്ട്രോങ് ആയിട്ട് പോകുന്നത് ഞാൻ കാരണമാണ് അവള് പലപ്പോഴും പറയെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ കാരണമാണെന്ന്. ഇതുവരെ ഞാൻ കൈ വിട്ടിട്ടില്ല, ഇനി കൈ വിടിയൂല. അപ്പൊ ഞാൻ ഏതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അതിലൊക്കെ അവൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അഫ്സൽ സാറിന് നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെയൊക്കെ കണ്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൽ വരണം എന്ന് വിചാരിക്കുന്നുണ്ട് ആള്. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം എനിക്കൊരു പണ്ടെങ്ങാനും ഞാൻ കണ്ടൊരു ഫിലിം ഉണ്ട്, കാമുകി പറഞ്ഞ ഫിലിം. ആ കാമുകി തന്നെ തോന്നുന്നു, കണ്ണ് കാണാത്തവനക്ക് കണ്ണുള്ള ഒരു ഫ്രണ്ട് എന്ന്. അതേപോലെയാണ് സംസാരിക്കാൻ ഇല്ലാത്ത ആൾക്ക് ഏറ്റവും വലിയൊരു നേട്ടമാണ് നിങ്ങളെ പോലത്തെ ഒരു ഫ്രണ്ട്. കാരണം ആൾക്ക് വേണ്ടി നിങ്ങൾ സമയം എടുത്ത് സംസാരിക്കുന്നില്ലേ, അത് നിങ്ങളെ ലൈഫിൽ നാളെ ഒരു വിജയം ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് ആണ്. അതെപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോവാ. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജീവിതകാലം മൊത്തം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കണം. താങ്ക് യു. ഇതില് എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യേണ്ടിരുന്നു. താങ്ക് യു ഹിബ മാം, അതേപോലെ ഷമി മാം ഇത് ചോദിച്ചതിലും താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഷമീമ മാം അന്ന് യുണീക്നെസ് ഫെസ്റ്റ് 2ാമത്തെ ഫെസ്റ്റിന് വന്നിരുന്നല്ലോ.
അന്ന് മാം ഷെയർ ചെയ്തിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ എക്സ്പീരിയൻസ് ത്രൂ ഹീലിംഗ് കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അന്ന് ആ ഇവന്റിൽ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ മാം ആ ഇവന്റിന് വന്ന ആളായതുകൊണ്ട് തന്നെ ഒരു കാര്യം മാം പറഞ്ഞു കൊടുക്കാൻ, മാമിന് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാനൊന്ന് ഹിന്റ് തരാം. ഞാനിപ്പോ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്തതിന്റെ, ഇപ്പം മാജിദ് യുണീക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്തതിന്റെ ഉള്ളിലുള്ള ഒരു സത്ത് എന്താന്ന് വെച്ചാല്, ഞാൻ വിശ്വസിക്കുന്ന എന്താ അറിയോ, എന്റെ വിശ്വാസപ്രകാരം പടച്ചോനെ അല്ലെങ്കിൽ ദ ക്രിയേറ്റർ, ദ ഓൾമൈറ്റി, ഒരു മനുഷ്യനോട് പോലും പടച്ചോനെ ഡിസ്ക്രിമിനേഷൻ കഴിവുകളുടെ കാര്യത്തിൽ കാണിക്കൂല. അത് പറയാൻ കാരണം എന്താ അറിയോ, ഞാൻ അതുകൊണ്ട് മാത്രമാണ് അന്ന് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി നൂർ ജലീല എന്ന് പറഞ്ഞ മനുഷ്യനെ എങ്ങനെയൊക്കെയോ വിളിച്ചു വരുത്തി എത്തിച്ചത്. ഇത്രയും തിരക്കിന്റെ ഇടയിൽ നിന്ന് ആൾക്കാർ എത്തിച്ചത് എന്തിനാണ്? കൈകളും കാലുകളും പടച്ചോൻ കൊടുത്തില്ല, ജന്മനാ കൊടുത്തില്ല. പക്ഷേ ആൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും വരയ്ക്കാനും പാട്ട് പാടാനും ഒക്കെ പടച്ചോൻ കഴിവ് കൊടുത്തു. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ഭാഗത്ത് കഴിവ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേറെ ഏതോ ഒരു ഭാഗത്ത് കൂട്ടിക്കൊടുക്കും. അതാണ് പടച്ചോന്റെ നിയമം. ഹി നെവർ ഷോസ് ഡിസ്ക്രിമിനേഷൻ ടു ദ പീപ്പിൾസ്. എവ്രി വൺ ഈസ് ഈക്വൽ ടു ഹിം. സോ അത് മാത്രം മൈൻഡിൽ വെക്കുക. സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഫോക്കസ് കൊണ്ടുപോകുന്നതിന് പകരം നിങ്ങളുടെ ചിലപ്പം വിഷ്വലി ഉള്ള എബിലിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, കണ്ണ് കാണാത്ത ആളുകൾക്ക് ചെവിക്ക് ഭയങ്കര പവർ ആയിരിക്കും. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ്, ചെവിക്ക് ഭയങ്കര പവർ ആയിരിക്കും എന്ന് പറയാൻ കാരണം അവർക്ക് എത്ര ഡിസ്റ്റൻസിലാണ് ഒരാൾ നിൽക്കുന്നത് പോലും സൗണ്ട് ത്രൂ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂല. ഇതേപോലെ സംസാരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ചിലപ്പം കേൾവിയിലായിരിക്കാം, വരയ്ക്കാനായിരിക്കാം, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കാം. ഞാനിപ്പോ അതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കായിരുന്നു. ഇപ്പം ബോഡിലി കിനെസ്തറ്റിക് ഉണ്ട്, വിഷ്വൽ ഉണ്ട്, ഹിയറിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്. സയന്റിഫിക് റിസർച്ചുകൾക്ക് ഭയങ്കര ചിന്ത, സിക്സ്ത് സെൻസ് ഭയങ്കരമായിട്ട് ഹൈ റേറ്റിൽ വർക്കൗട്ട് ചെയ്യും. ആർക്ക്? ഇങ്ങനെ ഈ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലി ഏബിൾഡ് ആണെങ്കിൽ, ഒരിക്കലും ഇത് ഡിസബിലിറ്റി എന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. സ്പെഷ്യലി ഏബിൾഡ് ആണ്. ഇഫ് യു ആർ ഡെഫിഷ്യന്റ് ഇൻ വൺ ഏരിയ യു വിൽ ബി അബണ്ടന്റ് ഇൻ അനദർ വൺ. അത് എപ്പോഴും മൈൻഡിൽ വെക്കുക. ഞാനത് പറയാൻ കാരണം എന്താ അറിയോ, ലോകത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് ഹെലൻ കെല്ലർ എന്ന് പറയും. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ആൾക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. ഇതേപോലെ നമ്മളുടെ ലൈഫിൽ ജീവിതത്തിൽ ബൾബ് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടോ? തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ഉണ്ടല്ലോ, സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അവര് അന്ന് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്കൊന്നും ലൈഫിൽ ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ച് നടന്നിരുന്നെങ്കിൽ അവരൊരിക്കലും ആ ഒരു ഇൻവെൻഷനിലേക്ക് എത്തില്ലായിരുന്നു. ചിന്ത യൂസ് ചെയ്തുകൊണ്ട് ബൾബ് എന്ന് പറഞ്ഞ ഒരുപാട് ഫെയിലിയർ വന്നിട്ടും അവർക്ക് ഒരിക്കലും അത് നേടിയെടുക്കാൻ പറ്റില്ലായിരുന്നു അന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഇല്ലായ്മയിലേക്ക് നോക്കുന്നതിന് പകരം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഉള്ളതിലേക്ക് നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ യുണീക്നെസ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് പോലും. നമ്മളുടെ ഓൺലൈൻ പ്രോഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ആ മൈൻഡിൽ ഇപ്പൊ ഒരു വിഷമായിട്ടുള്ള സംഭവത്തിനെ അനുഗ്രഹമാക്കി മാറ്റും. ഇപ്പം ഞാനൊക്കെ പഠിക്കാനൊക്കെ ഒരുപാട് ബാക്കിലായിരുന്നു. എനിക്കിപ്പം എന്റെ മാർക്കൊക്കെ പറയായിരുന്നെങ്കിൽ ഇപ്പം 10th സ്റ്റാൻഡേർഡിൽ 70% എനിക്കുള്ളായിരുന്നു. ഇപ്പം +1 സയൻസ് എടുത്തിട്ട് ഞാൻ ഫെയിൽ ആയതാണ്. പിന്നീട് ട്രാക്ക് റെക്കോർഡ് കാര്യങ്ങളൊക്കെ മാറി വേറെ ഫീൽഡിലായി പോയി. ഇപ്പം 2-3 PG കാര്യങ്ങളൊക്കെ ഇപ്പൊ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച നമ്മളുടെ ഏരിയ ഉണ്ട്, ആ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം പോവുക. നമ്മളുടെ ഇല്ലായ്മയിലേക്ക് മാത്സ് പഠിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള സബ്ജക്ട് പഠിക്കാൻ പറ്റൂല എന്നല്ല അതിന്റെ അർത്ഥം. സംസാരിക്കാൻ കഴിവില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കഴിവില്ല എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ കിട്ടിയിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്ത കണ്ടുപിടിക്കണം ആദ്യം. ഫസ്റ്റ് നമ്മളുടെ ആ മൈൻഡിലുള്ള ട്രോമ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇല്ലായ്മയിൽ നിന്നുള്ളതിന്ന് മാറിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഫോക്കസ് മാറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇങ്ങനെ വെളിപാട് വരിക എന്നറിയില്ല, നമ്മൾ ഈ ഇൻഡ്യൂഷൻ വരിക എന്ന് പറയും. അത് ഇങ്ങനെ വന്നു തുടങ്ങും. ആ ഇതാണ് മോളെ എന്റെ ട്രാക്ക്, ഇതാണ് മോനെ എന്റെ ട്രാക്ക് എന്ന് മൈൻഡിൽ ഇങ്ങനെ നമുക്ക് ഗൈഡൻസ് എന്ന് പറയുന്ന സംഭവം അങ്ങനെ കിട്ടാൻ തുടങ്ങും. പക്ഷെ അതിന് ഗൈഡഡ് ആവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും അൺകണ്ടീഷണൽ ലവും കുറച്ച് ടൂൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം. ഷമീമ മാമിന് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഐഡിയ ഉണ്ടാവും. മാം ഫുള്ള് കോഴ്സ് ആയിട്ടല്ലേ നന്ദി, ഫസ്റ്റ് മാത്രമായിട്ട് മാം പക്ഷേ സൈക്കോളജിയും കൂടെ ഉള്ളതുകൊണ്ട് മാമിന് ചിലപ്പം ഗൈഡ് ചെയ്യാൻ പറ്റിയേക്കാം. ഏതായാലും ഈ കാര്യങ്ങളെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക. നെവർ എവർ
തിങ്ക് ബാഡ് അബൌട്ട് യു. അത് എപ്പോഴും മൈൻഡിൽ വെക്കുക. ഒരിക്കലും നമ്മൾ നന്ദിയില്ലാത്ത ഒരു അടിമയായി മാറരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മൾക്ക് ഉള്ളതിലേക്ക് നോക്കാൻ ശ്രമിക്കുക, ഇല്ലായ്മയിലേക്ക് നോക്കരുത് പ്ലീസ്. ഇല്ലായ്മയിലേക്ക് നോക്കിയാൽ അത് വിചാരിച്ച് അങ്ങനെ ലൈഫ് മൊത്തം അങ്ങ് സ്പെൻഡ് ചെയ്യും. നമ്മൾ മരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഒരു സമാധാനം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതിലേക്ക് നോക്കും, അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളുടെ ലൈഫിലും അതേപോലെ മറ്റുള്ള മനുഷ്യന്മാരുടെ ലൈഫിലേക്കും വെളിച്ചമാകാനുള്ള എന്തോ ഒന്ന് എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. സോ ബി കെയർഫുൾ ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് യുവർ യുണീക് സെറ്റ് ഓഫ് എബിലിറ്റീസ് ആൻഡ് സ്പ്രെഡ് ദി ലൈറ്റ് അറൌണ്ട് ദി വേൾഡ്. താങ്ക് യു സോ മച്ച്. ഏതായാലും ഞാനിത് ചിലപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് പറഞ്ഞോന്ന് അറിയില്ല, പക്ഷെ അതെനിക്ക് അങ്ങനെ മനസ്സിലുള്ള വിഷമം കൊണ്ടാണ്. എന്റെ ഞാൻ ആ താങ്ക് യു യുണീക് സോ മച്ച് സർ. ഇത് എനിക്ക് എന്ത് പറയണം എന്നറിയില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചതിൽ ഞാൻ എന്താ പറയാ, സാറ് വായന്ന് കിട്ടുന്ന കരുതിയതിൽ കൂടുതൽ സാർ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സറൗണ്ടിങ്ങിൽ വരുന്നവരുടെ നെഗറ്റീവ് മാത്രമാണ് അവളുടെ മൈൻഡിലുള്ളത്. ഞാൻ അവൾ അന്ന് മുതൽ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ സാറിന്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ വാക്കുകളുടെ സമയത്ത് എഴുത്തിൽ ഞാൻ അവളെ വെച്ചിരുന്നു. കാരണം അവൾക്കായിരുന്നു ഞാൻ ഒരു കാര്യം ഏതെങ്കിലും ഒരു പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സമൂഹം ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് അവൾക്കാർ. കാരണം അവൾക്ക് സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ചെറുപ്പത്തിൽ എനിക്ക് വന്ന ഇൻസിഡന്റിൽ അവളായിരുന്നു എന്നിൽ കൂടുതൽ ഡൗൺ ആയിരുന്നത്. എനിക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ നമുക്കത് പുറത്ത് എത്തിക്കാതിരിക്കാൻ പറ്റിയത് എന്ന് അവൾക്ക് തോന്നലുണ്ടായിരുന്നു. പക്ഷെ അതിന് എന്നെ സഹായിച്ചിട്ടുള്ളത് അഫ്സൽ സാർ തന്നെയാണ്, സാറിന്റെ പ്രോഗ്രാമാണ്, അനസറുടെ വാക്കുകളാണ്. അതിൽ ഇന്നും അവൾക്ക് അതിലൊരു വൈബ്രേഷൻ വിട്ടിട്ടില്ല. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഷാല്ല ഞാനും അവളും എന്റെ ഫാമിലി ഉണ്ടാവും. അപ്പോ അന്ന് സാർക്ക് തീർച്ചയായിട്ടും നേരിട്ട് കാണാം. അവൾക്ക് സാർ കുറച്ചും കൂടെ കാര്യങ്ങൾ അന്ന് ഫ്രീ ആവുന്ന സമയത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പിന്നെ ഷെമീമ മാം, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അറിയൂലേ? അറിയുണ്ടാവുമല്ലോ. അപ്പൊ ആളുടെ ഗ്രൂപ്പ് മാത്രം സെപ്പറേറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ അവൾ ഉണ്ട്. അതിലിപ്പോ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഒരുപാട് പേര് ഇതിലുണ്ട്. ഓക്കെ. ഞാൻ പറയാൻ കാരണം ഇപ്പൊ ഈ ഒരു ട്രോമയിലാണെങ്കിൽ പെട്ടെന്നൊരു സ്വിച്ച് ഇട്ട പോലെ നമുക്ക് ഇങ്ങോട്ട് തോട്ട് പ്രോസസ്സിനെ മാറ്റാൻ പറ്റില്ലല്ലോ. കാര്യങ്ങൾ അവൾക്ക് സ്റ്റോപ്പ് ചെയ്തത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് പറ്റിയ ഒന്നാണ് ഈ പെയിന്റിങ്ങും റീഡിങ്ങും ഒക്കെ. നിർത്തിവെച്ചതായിരുന്നു. ഓക്കെ, ആള് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ പതിയെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തോട്ടിംഗ് പ്രോസസ് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളെ വേറെ ഏതൊരു കാര്യം പോലെ അല്ലല്ലോ, നമ്മളെ ചിന്തകൾ നമ്മളെ കൂടെ എന്നുള്ള സംഭവങ്ങളല്ലേ. അപ്പൊ അത് നമുക്ക് ഗ്രാജുവലി മാറ്റാൻ പറ്റും. ടൈം എടുക്കുന്ന പ്രോസസ് ആണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പെട്ടെന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ പറയാം. പിന്നെ ആളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങള്, ആളെപ്പോഴും ഒരാളെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് എടുത്ത് ചെയ്യാൻ വേണ്ടി പറയാം. ജസ്റ്റ് ആഡ് ചെയ്തൊന്ന് മാത്രം ഇട്ടാ. വേറെ ആരെങ്കിലും ഫീഡ്ബാക്ക്? നിവൻ? അതേപോലെ ഞാൻ താഴെ നമ്മളുടെ കമന്റ്സിൽ ഒരു ഫയല് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ലൈഫിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യം, ഈ ടോപ്പിക്കുകൾ ചിന്തിച്ചൊന്ന് എഴുതി നോക്കിയാൽ മതി. നമ്മളുടെ ലൈഫിൽ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കാര്യങ്ങളുണ്ട്. ചിലപ്പം ലോഡ് ആവുന്നേ ഉള്ളൂ. വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ആ PDF ഫയലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. മിസ്സിനെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ആ ഫയൽ. ഗ്രാറ്റിറ്റ്യൂഡിന്റെ എക്സാമ്പിൾസിന്റെ ഫയൽ ഉണ്ടല്ലോ, PDF ഫയൽ, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും. നമ്മൾ സെഷനിലെ ടൈമിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചിലപ്പം സെഷന് ത്രൂ ആയിരിക്കില്ല, ചിലപ്പം ഇതായിരിക്കും ചിലപ്പം ആ ഒരു കൂടുതൽ യൂസ് ചെയ്യപ്പെടുക. ഇങ്ങനെയുള്ള ആളുകളായിരിക്കും ചിലപ്പം യൂസ് ചെയ്താൽ കൂടുതൽ എഫക്റ്റീവ് ആവുക ചിലപ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞട്ടോ. പ്ലീസ് ചാർജിങ് ഗ്രൂപ്പ്, ഷെയറിങ് ഗ്രൂപ്പ് എന്നായിരിക്കും അല്ലേ? ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെയ്യാട്ടോ. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ? ഹിബ മാം പോയോ? അവിടെ ഉണ്ടല്ലേ. വീഡിയോ ഓഫ് ആക്കിയതെന്ന് തോന്നുന്നു. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളെ സെഷന്റെ ടൈമോ കഴിഞ്ഞു തോന്നുന്നില്ലേ? സോറി. ഏതായാലും ഇങ്ങനത്തെ ഓരോ നിങ്ങൾ സംസാരിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു നിങ്ങളെ കാണണം എന്ന് വിചാരിച്ചാണ് ആള് ചിലപ്പോൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആൾക്ക് ചിലപ്പം നമ്മളെ രണ്ടാളെയൊന്നും കിട്ടേണ്ട എന്തോ ഒന്നും ഉണ്ടായേക്കാം. നമ്മള് ജസ്റ്റ് ഒരു റെപ്രസെന്റേറ്റീവ് ആയിരിക്കുന്നതല്ലേ ഉള്ളൂ. പഠിച്ചോനല്ലേ ഇതെല്ലാം ഓരോരുത്തർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതായാലും മുന്നോട്ടുള്ള കാര്യങ്ങളിലും ഏതായാലും വേറെ എന്തെങ്കിലും ആഡപ്പ് ചെയ്യാണ്ടോ? ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിബ മാമിന് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? നമ്മുടെ ടീം മെമ്പേഴ്സ് മിസ്സിനൊക്കെ മുർഷിദൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ഫീഡ്ബാക്ക് ഏറ്റവും ലാസ്റ്റ് പറയാന്ന് കരുതിയിട്ടായിരുന്നു. ഇപ്പൊ ആരും ലേറ്റ് ആയി ലെഫ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എനിക്ക് നല്ലൊരു സെഷനായിരുന്നു. ഞാൻ റീൽസിൽ ഇങ്ങനെ ആളെ കണ്ടിട്ടുണ്ട്, ആളെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ അറിയാലോ, നമ്മള് സത്യം പറഞ്ഞ കോളേജിലൊക്കെ ഡിസ്കഷൻ വരുന്ന ഒരാളാണ് ഹിബത്തൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവർ ഈ ഏജിൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിന്റെ കൂടെ എന്തുവല്ലേ സ്കൈ ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. നമ്മൾ പറയും നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. അതുപോലെ ഞാൻ ഏതോ ഒരു റീല് കണ്ട്
കയറി ചെയ്താണ് നിങ്ങളുടെ പേജിലേക്ക്. പിന്നീട് നമുക്ക് ഞാൻ അടുത്ത് നിന്നും ഹിബയാണ് ടോപ്പ് എടുക്കുന്നത് പറഞ്ഞു. ഞാൻ അതാ പറഞ്ഞു, ആള് തോട്ട് പ്രൊവോക്കിംഗ് ആണ്. നമ്മളെ ചിന്തയിൽ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യും. ഇത് അങ്ങനെയും കൂടി ചിന്തിക്കാലോ എന്നില്ല. എന്തായാലും മാഷാഅല്ലാ നല്ല സെഷൻ ആയിരുന്നു. ഇനി ഫെസ്റ്റിന് വരുമ്പോൾ നേരിട്ട് കാണാം ഇൻഷാല്ലാ. ഉഷാറായി പോട്ടെ. ബാറക്കല്ലാഹ്. അല്ല, ഇത് സത്യം പറഞ്ഞാലേ ഇന്ന് എന്തോ രാവിലെ എണീച്ച് ഞാൻ എന്തോ ബുക്ക് വായിക്കുക എന്തോ അങ്ങനെ ചെയ്യുമ്പോ പെട്ടെന്ന് ഇങ്ങനെ മൈൻഡിൽ വന്നേ ഇപ്പൊ എങ്ങനെ പേര് മൈൻഡിൽ വന്നത് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എപ്പോഴോ കണക്ട് ചെയ്തിട്ടുണ്ട് ആളെ അടുത്ത ഫെസ്റ്റിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അല്ല ഞാൻ ആളെ വിളിച്ചതൊക്കെ എനിക്ക് തോന്നുന്നു ഓഫീസിലേക്ക് പെട്ടെന്ന് രാവിലെ ഒന്ന് ഓഫീസിൽ പോകണ്ടായിട്ട് രാവിലെ പെട്ടെന്ന് എണീച്ച് പോയിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ വിളിച്ചത്. ഡ്രൈവിംഗിലാണ് ഞാൻ ആളെ വിളിച്ചത്. ഇങ്ങനെ മൈൻഡിലൊരു തോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ എവിടെയോ ആർക്കോ എന്തോ ഇത് കിട്ടേണ്ടി ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അത് ആ ഒരു ഇൻറ്റ്യൂഷൻ വന്ന് ഞാനത് സ്വീകരിച്ച് ആളോട് ചോദിച്ച് ആളും അത് സ്വീകരിച്ച്. അപ്പൊ അങ്ങനെ ഏതായാലും ചിലപ്പം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കാം, ചിലപ്പം ഈ വീഡിയോന്റെ റെക്കോർഡിങ് കാണുന്ന ആൾക്കാർക്കായിരിക്കാം. ഏതായാലും എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബെസ്റ്റ് റീസൺ. നമ്മൾ അത് വിശ്വസിക്കുന്നതായതുകൊണ്ട് ഇൻഷാല്ലാ. ഏതായാലും താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡപ്പ് ചെയ്യണ്ടേ പറഞ്ഞോളൂ. നമ്മൾ എല്ലാ സെഷനിലും പറയലുണ്ട് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ പേടിയാണ്, അങ്ങനൊന്നും പറഞ്ഞ് മടിച്ചിരിക്കണ്ട. ഇവിടെ എന്തും പറയാം. ഇപ്പൊ നമ്മളെ അടുത്ത് വന്ന മിസ്റ്റേക്സ് ആണെങ്കിൽ അതും പറയാം. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും എന്തും പറയാം നിങ്ങൾക്ക് എന്നില്ലാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും പറയല്. അപ്പൊ ആരെങ്കിലും ഒക്കെ പേടി കാരണോ മടി കാരണോ ഒക്കെ മടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വരിക. ഓപ്പർച്യൂണിറ്റിയാണ്, യൂട്ടിലൈസ് ചെയ്യുക. നമ്മളെ ഹിബത്തൊക്കെ വീഡിയോയിൽ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഗസ്റ്റ് ആയി വന്ന ഒരാളെ ഇങ്ങനെ ഇരിക്കുകയാണ് വീഡിയോ മുകളിൽ എന്തൊക്കെ ആർക്കൊക്കെ പറയാനുണ്ട് എന്നുള്ള. പിന്നെ ഈ പറഞ്ഞ നിങ്ങളെ ടൈം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. വേറെ എന്തെങ്കിലും ഷെഡ്യൂൾഡ് ഉണ്ടെങ്കിലേ. ഞാൻ ആക്ച്വലി നിൽക്കാൻ കാരണം നിങ്ങൾ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീഡ്ബാക്ക് നിങ്ങൾ നിൽക്കണം കേട്ടോ എന്നുള്ളത്. അപ്പം അതാണ് ഞാൻ വീഡിയോ മോഡിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയിപ്പൊ അതിലൊരു കുറവ് വരുത്തണ്ട എന്നുള്ള ഒരു ഫീലില്. താങ്ക് യു സോ മച്ച്. ഏതായാലും എല്ലാം കൊണ്ടും പ്രൊഡക്റ്റീവ് ആയിരുന്നു. മീൻസ് ഇപ്പം 1 to 1.5 hour ഇരുന്നവർക്ക് ആർക്കും നഷ്ടമായി പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നല്ല എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റുകൾ കൊണ്ടുവരണം എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യണേ. ഇപ്പം നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു റിലീജിയനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുകയൊന്നും അല്ല. അത് ഇപ്പം ബിലീഫ് ഇൻ ഗോഡ് എന്നുള്ള സംഭവം എല്ലാ മതപ്രകാരവും നമ്മൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ഒരിക്കലും ഈ എത്തീസം എന്നുള്ള സംഭവത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. നമുക്ക് ഒരിക്കലും ആരെയും കറക്റ്റ് ചെയ്യാൻ പോവുകയൊന്നുമല്ല. പക്ഷെ നമ്മൾ ആ ഒരു ഫെയ്ത്ത് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് സംസാരത്തിൽ ആ ഒരു സംഭവം കൂടെ വരുന്നത് കേട്ടോ. ചിലപ്പം ടേംസ് ചിലപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാ അങ്ങനെയൊക്കെ വരുന്നത് അത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ ശീലിച്ചതുകൊണ്ട് അങ്ങനെ വരുന്നു പോകുന്നതാണ്. അതിന്റെ ഒക്കെ അർത്ഥം ഓൾ താങ്ക്സ് ടു ഗോഡ് അല്ലെങ്കിൽ എവറിത്തിങ് ഈസ് ഫ്രം ഗോഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ്. അതുകൊണ്ട് അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും? പിന്നെ ഒരു കാര്യം കൂടെ ഇപ്പൊ ആഡ് ചെയ്യണം തോന്നിയതാട്ടോ. നമ്മൾ അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് ഫീൽ വന്നിട്ടുണ്ടാവും. എന്റെ ലൈഫിന് അങ്ങനെ ആരും ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്റെ ഫാമിലി ആണെങ്കിലും പിന്നെ അങ്ങനെയല്ല സപ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽ തിങ്സ് ബേസിലാണ്. അങ്ങനെ ഒരിക്കലും വിശ്വസിക്കരുത്. പഠിച്ചോണ്ട് നിങ്ങളെ ലൈഫൊക്കെ നിങ്ങൾക്ക് ഒരാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവിന് ഞാൻ പല ആസ്പെക്റ്റിലായിട്ട് ഉദ്ദേശിച്ചു. ചിലപ്പോൾ ഒരു ടീച്ചറുടെ റോളിലാവാം അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക, ഒരു ഫ്രണ്ടിന്റെ റോളിലാവാം. അപ്പൊ ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. ആ ഒരാള് വരും. ഇനിയിപ്പോ അങ്ങനെ ഒന്നും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വ്യക്തിയായിട്ട് മാറുക. അപ്പൊ അങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടുന്നില്ലാണല്ലോ. നമ്മൾ വാട്ട് യു സീക്കിങ് യു എന്നല്ലേ റൂമി പറഞ്ഞേ. അപ്പൊ നമ്മൾ അൺകണ്ടീഷണൽ ലവിനെ തേടുന്നുണ്ടെങ്കിൽ നമ്മൾ അതായിട്ട് മാറുമ്പോൾ നമ്മളിലേക്ക് ഇത് എത്തിച്ചേരുന്നില്ലാണ്. പിന്നെ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം കേട്ടാ. ഇനി വേറെ ആരെങ്കിലും വിളിക്കണം? അവിടെ നുസ്രത്ത് മാം എന്തെങ്കിലും പറയണ്ട? ആഡപ്പ് ചെയ്യാനോ എന്തെങ്കിലും? കുറെ കമന്റുകളൊക്കെ താഴത്ത് കണ്ടിരുന്നു. അതേപോലെ ദേവകൃഷ്ണ മാം എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ? ദേവകൃഷ്ണ ചേകവർ. അതേപോലെ ഷദ ഷെറിൻ, തസ്നി, മുബി, ജാഷി, ആയിഷ, ഖദീജ ബഷീർ. നമ്മളെ ഖദീജ മാം ആണോ? മുഹമ്മദ്, ഫാത്തിമ, ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടേ പറഞ്ഞോളൂ കേട്ടോ, അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം.
എന്നാല് ഒന്നും കൂടെ എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടുക. അതേപോലെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഇന്നോ നാളെയായിട്ട് ഇത് പോസ്റ്റ് ചെയ്യും ഗ്രൂപ്പിലൊക്കെ റെക്കോർഡിങ്. അതേപോലെ നമ്മളുടെ യുണീക്നെസ് ഫെസ്റ്റ് വരുന്നുണ്ട് ഏപ്രിൽ 13 കോഴിക്കോട് ബുഡീസ് ഹോട്ടൽ വെച്ചാണ്. അതിൽ ഗസ്റ്റുകളായിട്ട് വരുന്നത് ജോസഫ് അന്നൻകുട്ടി ജോസ്, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഫാത്തിമ മിൻഹ, അതേപോലെ നേഹ കബീർ, തസ്നീം മാം, ഫൈറൂസ മാം, അൽതാഫ് സാർ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും സംസാരം കേൾക്കാനും ഓരോരുത്തരുടെയും യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസും കഴിവുകളും കണ്ടെത്താനും അത് ഉപയോഗപ്പെടുത്താനും പറ്റട്ടെ. എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച് ടു എവ്രിവൺ ഫോർ യുവർ ടൈം. Okay, thank you. Good night. Good night.